നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ധാരാളം പേര് ഇപ്പോൾ UK യിലേക്കും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോകുന്നത് കൊണ്ട് നമ്മുടെ സാധാരണ പള്ളികളിൽ ചെന്നാൽ കുർബാന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ കുറച്ച് ചെറുപ്പക്കാരെ പള്ളിയിലുള്ളൂ. ആരെങ്കിലും ഉള്ളവരൊക്കെ മിക്കവാറും മദ്ബായിൽ തന്നെ സെർവ് ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് താഴത്തെ ജനങ്ങളുടെ കൂടെ ചെറുപ്പക്കാരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ കാണുന്നത്. എന്നാൽ സന്തോഷമുള്ള സംഗതി, മദ്ബഹായിൽ ശുശ്രൂഷിക്കാനായിട്ട് ധാരാളം ചെറുപ്പക്കാർ മുൻപോട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ വന്ന് ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ആ കൂടെ പെടുന്നവരാണ്. അത് ഞാൻ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന പള്ളികളിലൊക്കെ അതൊരു സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും അനുഭവമാണ്. കാരണം നമ്മുടെ പുതിയ തലമുറ സഭയുടെ വളർന്നു വരുന്ന മൊട്ട് എന്ന് പറയാവുന്ന, ഗ്രോയിങ് എഡ്ജ് എന്ന് പറയാവുന്ന അതാണ് നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നവർ. അല്ല, സീനിയേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും കൂടുതലും ചെറുപ്പക്കാരായ ആളുകളാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ കാണുന്നവരും പഠിക്കുന്നവരും വായിക്കുന്നവരുമാണ്. വേദപുസ്തകത്തിൽ നിന്ന് പള്ളിയിൽ പരസ്യമായിട്ട് വായിക്കുന്നവരുമാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് ഏക മാതൃക. അത് നിങ്ങളെപ്പോഴും ഓർത്തിരിക്കണം. അവർ ഓൺലി മോഡൽ ഈസ് ജീസസ് ക്രൈസ്റ്റ്. അതിനപ്പുറത്ത് നമുക്ക് വേറെ ഒരു മാതൃകയും ഇല്ല. അതിന് കീഴിലാണ് മറ്റെല്ലാ, എത്ര വലിയ മഹാന്മാരായ ആളുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞാലും, എത്ര വിശുദ്ധന്മാരെക്കുറിച്ച് പറഞ്ഞാലും, ഇപ്പോൾ ഇവിടെ പരിമല തിരുമേനിയെക്കുറിച്ച് പറഞ്ഞാലും, പരിമല തിരുമേനിയോട് ചോദിച്ചാൽ തിരുമേനി പറയും, ഞാൻ കർത്താവായ യേശു മശിഹായുടെ എളിയ ശിഷ്യൻ, പാപിയായ എളിയ ശിഷ്യനായിരിക്കുമെന്ന് തിരുമേനി നമ്മളോട് പറയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമുക്ക് പ്രത്യേകിച്ചും ആരാധനയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കർത്താവായ യേശു മശിഹായ നമ്മുടെ തലവനാണ്, രക്ഷകനാണ്. നമുക്ക് മുൻപായി നിന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് മധ്യസ്ഥത അണയ്ക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പത്രം വായിക്കുന്ന കുറേ പേരൊക്കെ കാണുമല്ലോ ഇവിടെ. ഈ കേരളത്തിലെ സീറോ മലബാർ സഭയിൽ, അതായത് പ്രധാനപ്പെട്ട കത്തോലിക്ക സഭയിൽ അടുത്ത കാലത്തൊരു തർക്കം തുടങ്ങിയത് നിങ്ങൾക്കറിയാമല്ലോ, സീനിയേഴ്സിനൊക്കെ അറിയാതെ. അത് ഞാനൊന്ന് സൂചിപ്പിക്കുക. അപ്പം എന്താണ് നമ്മുടെ നിലപാടെന്നാണ് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. അവിടെ ഉണ്ടായ തർക്കം ഇതാണ്, അവർക്ക് രണ്ട് തരത്തിൽ കുർബാന ചെല്ലാം. അവരുടെ പള്ളികളിലെ നമ്മളിപ്പോൾ കാണുന്നത് പോലെ ത്രോണോസ് ഏറ്റവും അങ്ങേയറ്റത്തെ, നമുക്ക് കിഴക്കേ അറ്റത്താണ്. അവരുടെ പള്ളികളൊന്നും കിഴക്ക് പടിഞ്ഞാറൊന്നും അല്ല ഇപ്പോൾ പണിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പള്ളിയുടെ ഏറ്റവും അങ്ങേയറ്റത്ത് അവർ ത്രോണോസുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞു നിന്നാണ് അവർ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അത് പടിഞ്ഞാറ് റോമൻ സഭയിലും പൗരസ്ത്യ സഭകളിലും എല്ലാം അങ്ങനെയാണ്. എന്നാൽ 1960കളിൽ അവർക്കൊരു പ്രധാനപ്പെട്ട സുന്നകദോസ് നടന്നു. എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ അല്ല, 3-4 വർഷങ്ങളിലെ സുന്നകദോസാണ്. അതാണ് രണ്ടാം വത്തിക്കാൻ സുന്നകദോസ് എന്ന് പറയുന്നത്. ആ രണ്ടാം വത്തിക്കാൻ സുന്നകദോസിൽ അവരെ ഒരു തീരുമാനമെടുത്തു. നമ്മൾ അച്ഛന്മാരൊക്കെ ഈ ത്രോണോസിൽ നിന്ന് വിശുദ്ധ ബലി അനുഷ്ഠിക്കുമ്പോൾ താഴെ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ പുറമാണ് കാണുന്നത്. അവർക്ക് അതുകൊണ്ട് ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് കുർബാന ചെല്ലണം എന്ന് പറഞ്ഞ് അവരൊരു പരിഷ്കാരമുണ്ടാക്കി. അത് ഒരു ലിറ്റർജിക്കൽ റിഫോമാണ്, ആരാധനാപരമായ ഒരു പരിഷ്കാരമാണ്. അപ്പോൾ നിങ്ങളിപ്പം കത്തോലിക്ക പള്ളികളിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പഴയ കത്തോലിക്ക പള്ളികളിലൊക്കെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 2 ത്രോണോസുണ്ട്. ഒന്ന് നമ്മുടെ ത്രോണോസ് പോലെ ഈ പള്ളിയുടെ ഒരു അറ്റത്തുള്ളത്, മറ്റത് ഒരു മേശ അവർ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മേശയാണ്. ഇപ്പോഴാ മേശയിൽ നിന്നുകൊണ്ടാണ് സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിലിൻ്റെ നിയമം അനുസരിച്ച് അവർ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. എന്നാൽ കുറേ വർഷങ്ങളായിട്ട് ഈ കേരളത്തിലെ മലബാർ സീറോ മലബാർ സുറിയാനി സഭയെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പോർച്ചുഗീസുകാരുടെ കാലം വരെ നമ്മളെല്ലാം ഒരുമിച്ചായിരുന്നു. ഇന്ത്യയിൽ ഒരു സഭയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോർച്ചുഗീസുകാരുടെ സ്വാധീനം മൂലം റോമൻ കത്തോലിക്ക സഭയുടെ പ്രത്യേകമായ ചില നടപടികൾ മൂലം ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ കേരളത്തിലെ, അത് മലബാർ സഭയെന്നോ മലങ്കര സഭയെന്നോ ഇന്ത്യൻ സഭയെന്നോ ഒക്കെ പറയാം, മാർത്തോമാ ശ്ലീഹായുടെ സഭയാണ്. ഈ മാർത്തോമാ ശ്ലീഹായുടെ സഭയിൽ നിന്ന് ഒരു വലിയ വിഭാഗത്തെ അവരെ അങ്ങോട്ട് ആകർഷിച്ചു. അതാണ് പിന്നെ സീറോ മലബാർ സഭയായി തീർന്നതെന്ന് നിങ്ങൾക്ക് അറിയാം.
അപ്പോൾ ഈ സീറോ മലബാർ സഭയിൽ ഒരു പ്രശ്നമുണ്ടായി. കുറേ നാളുകൾ അവർ ഈ രണ്ടാം വത്തിക്കാൻ സുന്നഹദോസിൻ്റെ തീരുമാനമനുസരിച്ച് ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് കുർബാന ചൊല്ലി. എന്നാൽ പിൽക്കാലത്ത് അവർക്ക് തോന്നി ഞങ്ങളൊരു പൗരസ്ത്യ സഭയാണ്, ഞങ്ങൾ ഇന്ത്യയിലെ പുരാതന സഭയുടെ ഭാഗമായിരുന്നു. പൗരസ്ത്യ സഭകളെല്ലാം തന്നെ കിഴക്കോട്ട് തിരിഞ്ഞാണ് വിശുദ്ധ കുർബാനയും പരസ്യമായ പ്രാർത്ഥനകളും നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പൗരസ്ത്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് ഞങ്ങൾ പഴയത് രീതിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പറഞ്ഞ സമയത്ത് അവിടെ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. ഒരു വിഭാഗം പറഞ്ഞു, അല്ല, സെക്കൻഡ് വത്തിക്കാൻ സുന്നഹദോസ് പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് കുർബാന ചൊല്ലണം, അതിനുവേണ്ടി പ്രത്യേകം അൾത്താര ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അവരങ്ങനെ ചെയ്തു. മറ്റേ വിഭാഗം പറഞ്ഞു, അല്ല, ഞങ്ങൾ ജനങ്ങൾക്ക് അഭിമുഖമായിട്ടല്ല, ഞങ്ങൾ പഴയ പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് കിഴക്കോട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ട് കൂട്ടർക്കും ഇത് മനസ്സിലായിട്ടില്ല, ഇതിൻ്റെ കാര്യം എന്താണെന്നുള്ളത്. ഞാനത് പറയുന്നത്, ഞാൻ പലരോടും സംസാരിച്ചു, രണ്ട് ഭാഗത്തുമുള്ള ആളുകളോട്, പ്രത്യേകിച്ച് അച്ഛന്മാരോട് പോലും സംസാരിച്ചു. ഇതിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് വലിയ ബഹളമാണ്. നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും. ഇപ്പോൾ അല്പം ഒന്ന് ശമിച്ചിരിക്കുകയാണ്. ഈ എറണാകുളത്ത് അവരുടെ പ്രധാനപ്പെട്ട പള്ളി, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആ പള്ളി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് വേണ്ടത്ര സജീവമായിട്ടില്ല. അവിടെ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, അടിപിടി ബഹളങ്ങൾ വരെയും ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്താ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രിൻസിപ്പിൾ എന്തുവാ, നമ്മൾ എന്തുകൊണ്ടാണ് കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത്? രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മുടെ പള്ളികളെല്ലാം പണിയേണ്ടത് കിഴക്ക് പടിഞ്ഞാറായിട്ടാണ്. അപ്പോൾ നമ്മൾ കിഴക്കോട്ട് എല്ലാവരും തിരിഞ്ഞ് നിൽക്കുകയാണ്, എല്ലാവരും കിഴക്കോട്ട് തിരിയുകയാണ്. കിഴക്കോട്ട് തിരിയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു മിശിഹ സഭയുടെ തലവനാണ്, സഭയുടെ മണവാളനാണ്, സഭയുടെ രക്ഷകനാണ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹ നമുക്ക് മുൻപേ നിൽക്കുന്നുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ കർത്താവിനോടൊപ്പം പിതാവായ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലെ വേദപുസ്തകത്തിലെ പല സൂചനകളുമുണ്ട്, നിങ്ങൾക്കറിയാവുന്നതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവിടെ ധാരാളം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഏതെങ്കിലും അവസരത്തിൽ ഓരോരുത്തരൊക്കെ പറഞ്ഞു കാണും. ഈ പറുദീസ സ്ഥാപിച്ചത് കിഴക്കാണ് എന്ന് ഒരു സൂചന ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. അത് പറുദീസ എന്ന് പറയുന്ന ആശയം വന്നത് തന്നെ ഈ ഇപ്പോഴത്തെ ഇറാൻ, പഴയ പേർഷ്യ എന്നാണ് പറയുന്നത്. അത് വിശാലമായൊരു സാമ്രാജ്യമായിരുന്നു. ഈ റോമൻ സാമ്രാജ്യം പോലെ വളരെ ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. ആ പേർഷ്യയാണ് പിന്നെ ചുരുങ്ങി അത് ഇറാൻ എന്നുള്ള പേരിൽ വന്നത്. ഇപ്പോഴത്തെ ഇറാൻ നിങ്ങൾക്കറിയാം, അത് മിക്കവാറും ഷിയ മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ്. അപ്പം അവിടെ രണ്ട് നദികളുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? പഴയ മെസൊപ്പൊത്തോമിയയിൽ രണ്ട് നദികളുള്ളതിനെക്കുറിച്ച് പേരറിയാമല്ലോ, അറിയാമോ? വളരെ പുരാതനമായ നദികളാണ്, ഇപ്പോഴും ഉണ്ട് ആ നദികൾ. ആർക്കെങ്കിലും പറയാമോ? ഒന്ന് നമ്മുടെ സഭാചരിത്രത്തിൽ വരുന്ന ഒരു പേരാണ്, അറിയാമോ? ടൈഗ്രീസ് യൂഫ്രട്ടീസ് അല്ലേ? തിഗ്രീസ് എന്ന് ആദ്യം പറയും. തിഗ്രീസ് നദിയും യൂഫ്രട്ടീസ് നദിയും, ഇതിങ്ങനെ രണ്ട് നദികൾ ഇപ്പോഴും നിങ്ങൾ ഇറാനിൽ ചെന്നാൽ കാണാം. അപ്പോൾ ഈ മെസൊപ്പൊത്തോമിയ എന്നുള്ള വാക്ക് വന്നത് അതിൽ നിന്നാണ്. മെസൊപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലമെന്നാണ്. അപ്പോൾ ഈ രണ്ട് നദികൾ ഈ നൈൽ നദി പോലെയോ നമ്മുടെ ഗംഗാ നദി പോലെയോ സിന്ധു നദി പോലെയോ വളരെ പുരാതനവും വളരെ പ്രധാനപ്പെട്ട നദികളാണ്. അപ്പോൾ ഈ നദികൾ ഒഴുകുന്നത് കൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്കുള്ള ഭൂമി വളരെ ഫലഭൂയിഷ്ടമാണ്. അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള പഴങ്ങളും ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പം അന്നത്തെ കാലത്ത് ഈ നമുക്കറിയാവുന്ന ചരിത്രത്തിൽ മനുഷ്യ സംസ്കാരം ആരംഭിച്ചത് മെസൊപ്പൊത്തോമിയയിലാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അവിടുന്ന് പിന്നീടാണ് ഈജിപ്തിലും ഇന്ത്യയിലും ഗ്രീസിലും ചൈനയിലും ഒക്കെ കാലഗണന അനുസരിച്ച് നമ്മൾ സംസ്കാരങ്ങളുടെ ഉത്ഭവം കാണുന്നത്. അപ്പോൾ ഈ മെസൊപ്പൊത്തോമിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് നദികൾക്കിടയിലുള്ള
സ്ഥലം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദികൾക്കിടയിലുള്ള സ്ഥലം വളരെ ഫലഭൂയിഷ്ടമായിരുന്നതുകൊണ്ട് പുരാതന കാലത്ത് അത് പർദീസയാണ്, അവിടെയാണ് പർദീസ സ്ഥാപിക്കപ്പെട്ടത് എന്നൊക്കെയുള്ള ആശയം വന്നു. ഈ ഇസ്രായേൽ, നിങ്ങളെ ജോഗ്രഫി പഠിക്കുമ്പം ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്താണ്. ഞാനീ പറഞ്ഞ ഇറാൻ അല്ലെങ്കിൽ ഇറാഖ് എന്നൊക്കെ പറയുന്ന, ഇറാഖ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇറാൻ, ഇറാഖ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ പഴയ പേർഷ്യൻ എംപയറിൻ്റെ ഭാഗമായിട്ട് അത് ഇസ്രായേലിന് കിഴക്കായിട്ട് വരും. അതുകൊണ്ടാണ് പർദീസ കിഴക്ക് സ്ഥാപിച്ചു എന്ന് ഇസ്രായേൽക്കാരെ എഴുതിയിരിക്കുന്നത്. നിങ്ങളത് കഥ ആക്ഷരികമായിട്ട് എടുക്കരുത് കേട്ടോ. ആക്ഷരികമായിട്ട് നോക്കിയാൽ നിങ്ങൾക്കവിടെ പർദീസ ഒന്നും കാണാൻ സാധിക്കുകയില്ല. അപ്പം ഈ ഇറാൻ ഇറാഖ് പ്രദേശങ്ങൾ പൗരസ്ത്യ രാജ്യങ്ങളായിട്ടാണ് ഇസ്രായേൽക്കാരും മറ്റും പറയും. കാരണം അവരുടെ രാജ്യത്തിന് കിഴക്കാണ്. അപ്പം നമുക്കറിയാം, ഈ കിഴക്കും പടിഞ്ഞാറും എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ആപേക്ഷികമാണല്ലോ. ഒന്ന് മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തിയാണ് പറയുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ യൂറോപ്പിലുള്ള ആളുകൾ പാശ്ചാത്യരാണ്, അത് നമുക്ക് പടിഞ്ഞാറായതുകൊണ്ട് അവർ പാശ്ചാത്യരാണ്, പടിഞ്ഞാറുകാരാണെന്ന് പറയും. പക്ഷേ അമേരിക്കയിൽ നോക്കുമ്പം അത് കിഴക്കാണ്. അമേരിക്കയിൽ നോക്കുമ്പം യൂറോപ്പ് എന്ന് പറയുന്നത് അവർക്ക് കിഴക്കായിട്ട് വരും. അപ്പോൾ അത് വളരെ ആപേക്ഷികമാണ്, കിഴക്ക് പടിഞ്ഞാറ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിനൊരു പൊതു തത്വമുണ്ട്. ആ പൊതു തത്വം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ് എല്ലാവർക്കും കിഴക്ക്, അല്ലേ? നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം എവിടെയാണോ സൂര്യൻ ഉദിച്ച് വരുന്നത് അതെല്ലാവർക്കും കിഴക്കാണ്. അപ്പോൾ അത് മാറിപ്പോവും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ജപ്പാനിലെ സമയം നമ്മുടെ സമയത്തേക്കാൾ വളരെ വളരെ വ്യത്യാസമുണ്ട്. സിംഗപ്പൂർ വരെ ചെല്ലുമ്പോഴത്തേന് സമയം ഒത്തിരി വ്യത്യാസം വരും. പടിഞ്ഞാട്ട് പോകുമ്പം വേറെ സമയമാണ്. നിങ്ങൾക്കറിയാം, ആ സമയത്തിൻ്റെ പ്രശ്നം അറിയാം. പക്ഷേ സൂര്യൻ എവിടെ ഉദിക്കുന്നോ അത് കിഴക്ക്. അപ്പം നമ്മൾ വാസ്തവത്തിൽ കിഴക്കോട്ട് തിരിയുമ്പം സൂര്യന് അഭിമുഖമായിട്ട്, ഉദയസൂര്യന് അഭിമുഖമായിട്ട് തിരിയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഉദയസൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന സൂര്യനുണ്ട്, അല്ലേ? ആ സൂര്യനെ ആരാധിക്കുന്ന ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇറാനിലുമൊക്കെ പഴയ കാലത്ത് ഇസ്ലാമൊക്കെ വരുന്നതിന് മുൻപ് അവർക്ക് ഈ സാരതുഷ്ട്ര എന്ന് പറയുന്ന പ്രവാചകൻ്റെ മതമുണ്ട്. അവർ സൺ വർഷിപ്പേഴ്സാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്കറിയാം, ഞായറാഴ്ച എന്നുള്ള വാക്ക് ഉണ്ടായത് ഞായറെന്ന് പറഞ്ഞാൽ സൂര്യനെന്നാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ സൂര്യാരാധന ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഈ സൂര്യനാണ് ആരാധനയുടെ കേന്ദ്രം പല മതങ്ങളിലും. ക്രിസ്ത്യാനികൾ എന്ന സൂര്യനെ, കാണുന്ന സൂര്യനെ അല്ല ആരാധിക്കുന്നത്. അവർ പറയുന്നത്, നിങ്ങൾക്ക് മാലാഖിയുടെ പ്രവചനത്തിലും അതുപോലെ മറ്റ് സഭാപിതാക്കന്മാരുടെ രചനകളിലും നീതി സൂര്യൻ എന്നുള്ള വാക്കുണ്ട്. ദ സൺ ഓഫ് ജസ്റ്റിസ്, ദ സൺ ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സൺ ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ സൂര്യൻ. അപ്പോൾ നീതിയുടെ സൂര്യൻ നമുക്ക് വേണ്ടി ഉദയം ചെയ്തിരിക്കുന്നുവെന്നാണ് സഭാപിതാക്കന്മാർ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞത്. നീതിയുടെ സൂര്യനാണ്. അപ്പം നമ്മുടെ സൂര്യനാണ് അതിൻ്റെ ആദ്യത്തെ അടയാളം. പക്ഷേ ആ സൂര്യനെയും സൃഷ്ടിച്ചവനായ ദൈവം, അതാണ് നീതിയുടെ സൂര്യൻ നമുക്ക് വേണ്ടത് ഉദയം ചെയ്തിരിക്കുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന് അങ്ങനെ ഒരു പര്യായപദമുണ്ട്, നീതിയുടെ സൂര്യൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിഴക്കോട്ട് നോക്കുമ്പം നമ്മൾ നേരിട്ട് കാണുന്നത് നമ്മുടെ ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന സൂര്യനെ ആണെങ്കിലും അതിനപ്പുറത്തുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവായ പ്രകാശത്തെ, സൂര്യനെ, പ്രകാശത്തിൻ്റെ ഉറവിടമായ ആ ശക്തിയെ നമ്മൾ ആരാധിക്കുന്നു എന്നുള്ളത്. അപ്പം കിഴക്കോട്ട് തിരിയുന്നത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. പർദീസ കിഴക്ക് സൃഷ്ടിച്ചു. അത് ഈ ആദാമും ഹവ്വായും പർദീസായിൽ നിന്ന് പുറത്തിറക്കിയല്ലോ. അവരെ പുറത്ത് ഇറക്കിയപ്പോൾ ഇങ്ങനെ തിരിയുന്ന മിന്നുന്ന വാളുമായിട്ട് ഒരു മാലാഖായെ കാവൽ നിർത്തുന്നുണ്ട്. അപ്പോൾ അവർ ഇറങ്ങിപ്പോകുമ്പോൾ അവരിടയ്ക്കിടയ്ക്ക് പുറകോട്ട് നോക്കുന്നുണ്ട്. അവരെ ഈ മുള്ളും പറക്കാരെയും നിറഞ്ഞ ഈ പറയുന്ന ഈ വലിയ ചൂടും വെള്ളപ്പൊക്കവും മഴയും കഷ്ടതകളുമുള്ള ലോകത്തിലേക്കാണ് അവരെ അയക്കുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. പർദീസയിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ പൂർണ്ണമായ സന്തോഷവും സൗഖ്യവുമാണ്. ആർക്കും രോഗമോ വേദനയോ കണ്ണുനീരോ ഒന്നുമില്ല. അപ്പം
പറുദീസായിൽ നിന്ന് അവരെ പുറത്താക്കിയപ്പം അവർ വന്നത് നമ്മളിൽ ജീവിക്കുന്ന ലോകത്തിലാണ്. അപ്പോൾ അവർക്ക് വളരെ വളരെ പ്രയാസമുണ്ടായി. അവർ ഇറങ്ങിപ്പോകുമ്പോൾ തിരിഞ്ഞ് നോക്കുന്നുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം. നമുക്കങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏതെങ്കിലും ജപ്തി ചെയ്ത്, നമ്മുടെ വീട് ജപ്തി ചെയ്തെന്നിരിക്കട്ടെ, നമ്മൾ ഒത്തിരി കടമുണ്ടാക്കി നമ്മളെ നമ്മുടെ പൂർവികരൊക്കെ താമസിച്ചിരുന്ന ആ വീട്ടിൽ നിന്ന് നമ്മളെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇറക്കി വിടുമ്പോൾ നമ്മൾ ഇറങ്ങി പോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളരെ ദുഃഖത്തോടു കൂടി തിരിഞ്ഞു നോക്കും, അല്ലേ? എൻ്റെ വീടെനിക്ക് നഷ്ടപ്പെട്ടു, അല്ലേ? എൻ്റെ പിതാക്കന്മാരുടെ സ്ഥലം എനിക്കില്ലാതെയായി എന്ന് വളരെ വളരെ ദുഃഖത്തോട് കണ്ണുനീരോടുകൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും. എന്ന് പറഞ്ഞതുപോലെ ഈ ആദാമും ഹവ്വായും അവരെ ഇറക്കി വിട്ടപ്പം ഈ പറുദീസായിലേക്ക് തിരിച്ച് നോക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ വേദോസ്തത്തിൽ പറയുന്നില്ല കേട്ടോ, എങ്കിലും ഞാനൊരു ഭാവനയ്ക്ക് വേണ്ടി അത് പറയുകയാണ്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ആ തിരിഞ്ഞു നോട്ടം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അത് കിഴക്കാണ്, ഇറക്കി വിട്ട പടിഞ്ഞാറേക്കാണ്. അപ്പം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നമ്മൾ ഇംഗ്ലീഷിൽ നൊസ്റ്റാൾജിയ എന്നൊരു വാക്കുണ്ട്. ഹോം സിക്നെസ് എന്ന അതിൻ്റെ സാധാരണ അർത്ഥം. അതായത് ഗ്രഹാതുരത്വം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. ഇത് മൂന്നും ചിലപ്പോൾ നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാകാൻ പ്രയാസമുണ്ട്. എങ്കിലും ഞാനത് ആ വാക്കൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഹോം സിക്നെസ്, അതായത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ അതിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരാഗ്രഹം നമ്മുടെ ഉള്ളിൽ എപ്പോഴുമുണ്ട്. അത് നമ്മുടെ വീടാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ എന്നെ നിങ്ങൾ ഈ കോട്ടയത്ത് നിന്ന് എവിടെയെങ്കിലും ബോംബെയിലേക്കോ അല്ലെങ്കിൽ കൽക്കട്ടയിലേക്കോ കുറച്ച് നാൾ ഒരു ജോലി ചെയ്യാനായിട്ട് വിടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് കോട്ടയത്ത് പോകണം, അല്ലേ? അതാണ് ഗ്രഹാതുരത്വം, അതാണ് ഹോം സിക്നെസ്. അതൊരു തരം രോഗമായിട്ട് മാറാൻ ചിലർക്ക്. നിങ്ങളൊരാളെ പുറത്തേക്ക് വിട്ടാൽ ചിലപ്പോൾ ആളിനെ അവിടെ താമസിക്കാനേ പറ്റുകയില്ല. 2 ദിവസം കഴിയുമ്പോൾ എനിക്കെൻ്റെ നാട്ടിൽ പോകണം, എനിക്കെൻ്റെ വീട്ടിൽ പോകണം എന്ന് ശക്തിയായിട്ട് തോന്നുന്നവരുണ്ട്. അപ്പോൾ അതൊരു രോഗാവസ്ഥയാണ്. ഇപ്പം ഗൾഫിലൊക്കെ പോയി നമ്മുടെ സഹോദരങ്ങളെല്ലാം ജോലി ചെയ്യുന്നുണ്ട്, അല്ലേ? അവർക്കൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ അവിടെ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ ഉള്ളിൽ എന്താണ് ആഗ്രഹം? എങ്ങനെയെങ്കിലും എൻ്റെ നാട്ടിലെനിക്ക് എത്തണം, പക്ഷേ ജോലി ചെയ്യണം, പണം ഉണ്ടാക്കണം, വീട്ടുകാരെ സഹായിക്കണം. അതുകൊണ്ട് അവരവിടെ തുടരുകയാണ്. അപ്പോൾ ആദാമിനും ഹവ്വായ്ക്കും ഇങ്ങനൊരു ഹോം സിക്നെസ് ഉണ്ടായി. തങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന പറുദീസായിൽ നിന്ന് തങ്ങളെ ബഹിഷ്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ തിരിഞ്ഞു നോക്കുകയും അവരുടെ ഉള്ളിലുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആശ്ചര്യമായിട്ട് എടുക്കരുത്. ഈ ഒരു ഹോം സിക്നെസ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതായത് നമ്മുടെ ഈ സമയത്തെ ജീവിതം കൊച്ചുകുട്ടികൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുകയില്ല. നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോകണമെന്നോ കൂട്ടുകാരെ കാണണമെന്നോ തോന്നുള്ളൂ. കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ഈ ലോകത്തിലെ ജീവിതം ദുഃഖപൂർണ്ണമാണ്, ഒത്തിരി പ്രയാസങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ആ പഴയ സന്തോഷത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കിഴക്കോട്ട് തിരിയുമ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആദാമിനെയും ഹവ്വായെയും പോലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പറുദീസായിലേക്ക് നമ്മൾ വളരെ വളരെ പ്രത്യാശയോടുകൂടി തിരിഞ്ഞു നോക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന എന്താണ്? കർത്താവേ, പറുദീസായിലെ ആനന്ദത്തിന് ഞങ്ങളെ വീണ്ടും യോഗ്യരാക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ ഭാഗത്ത് പല വാചകങ്ങളിലായിരിക്കാം, പക്ഷേ പലയിടത്തും ഈ ആ പറുദീസായിലെ പരമാനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ, ഞങ്ങളെ വീണ്ടും നിൻ്റെ ജീവനിലേക്ക് പ്രവേശിപ്പിക്കണമേ, ഞങ്ങളെ വീണ്ടും നിൻ്റെ പ്രകാശത്തിൻ്റെ മക്കളാക്കി തീർക്കണമേ. വീണ്ടും അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി, വി ഹാവ് ടു റീഗെയിൻ ഇറ്റ്. നമുക്കത് വീണ്ടും തിരിച്ചു കിട്ടണം. ഇതാണ് നമ്മുടെ നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ഹോം സിക്നെസ്സിൻ്റെ ഗ്രഹാതുരത്വത്തിൻ്റെ കാര്യം. ഇതൊരു ആത്മീയമായ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞത് ബാഹ്യമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസമാണ്. പക്ഷേ സ്പിരിച്വലായിട്ട്, ആത്മീയമായിട്ട് പറഞ്ഞാൽ നമ്മളെപ്പോഴും കിഴക്കോട്ട് തിരിയുമ്പോൾ നമ്മൾ ഇത് ഓർക്കുകയാണ്. ദൈവമേ, എൻ്റെ യഥാർത്ഥമായ അവസ്ഥ, ദൈവമേ, നിന്നോടുകൂടെ സകല ജീവജാലങ്ങളോടും കൂടെ ഞങ്ങൾ സന്തോഷമായിട്ട് താമസിച്ചല്ലോ, ആ അനുഭവത്തിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് കിഴക്കോട്ട് തിരിയുമ്പം ഞാനിപ്പോൾ 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. കിഴക്ക് പറുദീസ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, നമ്മളത് കിഴക്കോട്ട് തിരിയുന്നു. നീതിസൂര്യനായ കർത്താവ് കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്. സൂര്യൻ എപ്പോഴും ഉദിക്കുന്നത് കിഴക്കാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു
പ്രകാശത്തിൻ്റെ ഉറവിടമാണ്, ജീവൻ്റെ ഉറവിടമാണ്. അതിൽ പ്രധാനപ്പെട്ട ഈ പ്രകാശവും ജീവനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? പ്രകാശമില്ലെങ്കിൽ ലോകത്തിൽ ജീവനില്ല. നമ്മളത് അറിയുന്നില്ല പലപ്പോഴും അല്ലേ? പ്രകാശം എന്ന് പറഞ്ഞാൽ നേരിട്ട് സൂര്യൻ്റെ പ്രകാശം കിട്ടണമെന്നില്ല. രാത്രി 12 മണിക്കൂർ പ്രകാശമില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പ്രകാശം നമുക്കില്ലെങ്കിൽ ജീവനില്ല. എല്ലാ ചെറിയ ചെറിയ സൃഷ്ടികളിലെല്ലാം ഈ പ്രാണികളെല്ലാം തന്നെ അവർക്കെല്ലാം പ്രകാശം വേണം. അതിൻ്റെ ഇൻറ്റൻസിറ്റി പലതരത്തിലായിരിക്കും. ചിലർക്ക് നേരിട്ട് പ്രകാശം കിട്ടണം. ചില ചെടികളൊക്കെ നേരിട്ട് പ്രകാശം കിട്ടിയെങ്കിലേ വളരുള്ളൂ. ചിലത് അത്രയും പ്രകാശം വേണ്ട, തണലിൽ അത് വളരും. പക്ഷേ എല്ലാവർക്കും പ്രകാശം വേണം. കടലിലെ മീനിനും വേണം പ്രകാശം. അറിയാം, കടലിൻ്റെ ആഴങ്ങളിൽ പ്രകാശം വളരെ കുറച്ചേ ചെല്ലുകയുള്ളൂ. പക്ഷേ അവർക്കും പ്രകാശം വേണം. അപ്പം ലൈഫ് ആൻഡ് ലൈറ്റ്, പ്രകാശമുണ്ടെങ്കിലേ ജീവനുള്ളൂ. അതുകൊണ്ടാണ് നീതിസൂര്യനായ കർത്താവിലേക്ക് നമ്മൾ തിരിയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ജീവനുണ്ടാവുകയുള്ളൂ എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ കിഴക്കോട്ട് തിരിയുന്നു. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളതൊന്നും എപ്പോഴും ഓർക്കുകയില്ല. എങ്കിലും പള്ളി വെക്കുമ്പോഴേ അത് കിഴക്ക് പടിഞ്ഞാറായിരിക്കണം എന്നൊരു നിയമം എല്ലാ പൗരസ്ത്യ സഭകളിലും ഉണ്ട്. ചുരുക്കമായിട്ട് ചില സ്ഥലങ്ങളിൽ തെക്ക് വടക്കൊക്കെ പള്ളി പണിതിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൽക്കട്ടയിൽ നമ്മുടെ പള്ളി കിഴക്ക് പടിഞ്ഞാറല്ല ആദ്യത്തെ പള്ളി. കാരണം നമുക്ക് അവിടെ കൽക്കട്ട നഗരത്തിൽ കിട്ടിയ ഒരു തുണ്ട് സ്ഥലം കിഴക്ക് പടിഞ്ഞാറായിട്ട് പണിയാൻ തെക്ക് വടക്കായിട്ട് പണിയാൻ സാധിക്കുമായിരുന്നുള്ളൂ. അന്ന് നമ്മുടെ കാതോലിക്ക ബാവ ആയിരുന്ന മാത്യൂസ് പ്രഥമൻ ബാവ പ്രത്യേകമായ അനുവാദം കൊടുത്തു അങ്ങനെ പണിത് കൊള്ളാനായിട്ട്. പക്ഷേ നമുക്ക് സൗകര്യമുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ കിഴക്ക് പടിഞ്ഞാറായിട്ട് മാത്രമേ പള്ളികൾ പണിയുള്ളൂ. എന്നാൽ ഇത് പാശ്ചാത്യർക്ക് നഷ്ടപ്പെട്ടു പോയി. റോമൻ കത്തോലിക്ക സഭയ്ക്കും പ്രോട്ടസ്റ്റന്റുകാർക്കും ഇത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി. ആദ്യകാലത്ത് അവരും അങ്ങനെയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഉണ്ടല്ലോ, മാർപ്പാപ്പായൊക്കെ കുർബാന ചെല്ലുകയും ജനങ്ങളെ ആശീർവദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സ്ഥലം, ആ പള്ളി കിഴക്ക് പടിഞ്ഞാറാണ്. പക്ഷേ അത് പഴയ പള്ളി ആയതുകൊണ്ടാണ് പുതുതായിട്ട് പണിതൊക്കെ അവർ പല തരത്തിൽ ഒക്കെ അങ്ങ് പണിയായിരുന്നു. അപ്പം ഞാൻ ഈ കിഴക്കിൻ്റെ പ്രാധാന്യം പറഞ്ഞത് നമ്മുടെ സിറോ മലബാർ സഭയിലെ പ്രശ്നവുമായിട്ട് ബന്ധിപ്പിച്ചാണ് പറഞ്ഞത്. അപ്പം ആളുകൾ ചില എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെങ്ങനെ കിഴക്കോട്ട് തിരിയുന്നത്? എന്തിനാണ് കിഴക്കോട്ട് തിരിയുന്നത്? അച്ഛന്മാരുടെ ബായ്ക്കല്ലേ കാണുന്നത് കുർബാന ചെല്ലുന്നത് എന്നാണ് അവരുടെ ബായ്ക്കല്ല നമ്മൾ കാണുന്നത്. നമ്മൾ ഒരുമിച്ച് കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം നീതിസൂര്യനായ ദൈവത്തെങ്കിലേക്ക്, പിതാവായ ദൈവത്തെങ്കിലേക്ക് നമ്മൾ തിരിയുകയാണ്. അപ്പം അവിടെ ആരുടെയും പുറം കാണുന്നോ ഫ്രണ്ട് കാണുന്നോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. നേരെ മറിച്ച് ഒരുമിച്ച് നിൽക്കുക. ഇതൊരു ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പം പല പ്രോട്ടസ്റ്റൻ്റ് സഭകളിലും കൂട്ടായ്മകളിലുമൊക്കെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ഒരാൾ ചിലപ്പം പടിഞ്ഞാട്ട് നിൽക്കുകയായിരിക്കും, അവിടെ നിൽക്കും. ഒരാൾ കിഴക്കോട്ടായിരിക്കും അല്ലേ, തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നിൽക്കും. അതിനൊരു നിയമമൊന്നുമില്ല, അവർക്കൊരു നിയമമില്ല അതിന്. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങോട്ട്. പക്ഷെ നമുക്ക് വളരെ ക്ലിയറാണ്, നമ്മൾ ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ അല്ലേ, ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കിഴക്കോട്ട് തിരിയും. അല്ലെ കിഴക്ക് ദിക്ക് നമുക്കറിയാൻ പാടില്ലെങ്കിൽ അവിടുത്തെ വീട്ടുകാരോടോ അറിയാവുന്നവരോടോ ചോദിക്കും, ഏതാണ് കിഴക്ക് ദിക്ക് ഏതാണെന്ന് ചോദിച്ചിട്ട് കിഴക്കോട്ട് തിരിയും. അപ്പോൾ പായിടും, അത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കും. എനിക്ക് പലപ്പോഴും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പ്രോട്ടസ്റ്റൻ്റ് സമൂഹങ്ങളൊക്കെ ആയിട്ട് വളരെ അടുത്ത് പെരുമാറിയതുകൊണ്ട് ഈ പബ്ലിക്കായിട്ടുള്ള നമുക്കൊരു നിയമം അങ്ങനെ ആവശ്യമാണെന്ന് എനിക്ക് എപ്പോഴും ബോധ്യമായിട്ടുണ്ട്. എന്നാൽ ഒറ്റയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പം, രഹസ്യ പ്രാർത്ഥന ചെല്ലുമ്പോൾ, നമ്മുടെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പം അത് നിർബന്ധമല്ല നമുക്ക് കേട്ടോ. അത് ചെയ്യാമെങ്കിൽ ചെയ്തോ, പക്ഷേ അത് നമുക്ക് നിർബന്ധമല്ല. നമ്മൾ ബെഡിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ രാവിലെ കിടക്കാറാകുമ്പോഴോ അല്ലെ എഴുന്നേൽക്കുന്ന ഉടനെ അല്പസമയം നിങ്ങളുടെ ബെഡിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദിക്ക് നിങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ പബ്ലിക് പ്രെയർ, പരസ്യമായ ആരാധന എപ്പോഴും കിഴക്കോട്ട് തിരിഞ്ഞായിരിക്കണം എന്നാണ് നമ്മുടെ നിയമം. അതിൻ്റെ കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, 2-3 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. അത് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ, കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വളരെ വളരെ അർത്ഥപൂർണമായിട്ട് തോന്നും. പിന്നെ ഞാൻ അറിയാതെയാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു, കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പം പായിട്ട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അല്ലേ. എന്തിനാ ഈ പായിടുന്നത്? എന്തിനാ? ഇപ്പം നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ, നിങ്ങൾ പ്രത്യേകിച്ച് പായൊന്നും ഇട്ടിട്ടില്ല. ആ പായെന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിൻ്റെ ഒരു അടയാളമാണ്. സാധാരണ പുൽപ്പായൊക്കെ ചതുരത്തിലാണ് അല്ലേ,
വട്ടത്തിലുള്ള പുൽപ്പായും ഉണ്ട് അല്ലേ. അപ്പം ആ പായിട്ട് കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ കർത്താവിൻ്റെ സൃഷ്ടിയുടെ മധ്യത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ പ്രത്യേകമായിട്ട് ഒരുക്കിക്കഴിഞ്ഞു, അവിടെ ആ പീഠം ഒരുക്കുകയും ആ പീഠത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കുർബാന മദ്ബഹായിൽ നിങ്ങൾക്കറിയാം, ഈ അത് പല സ്ഥലങ്ങളിലുണ്ട്. നിങ്ങൾ ത്രോണോസിൻ്റെ തൊട്ട് മുൻപിലുള്ള ആ പദവി പടി എന്ന് പറയുന്നത് അത് പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ഒരു പടിയാണ് അല്ലേ. അവിടെ എല്ലാവരും കയറാറില്ല. പുരോഹിതന്മാർ തന്നെ എല്ലാ സമയത്തും അവിടെ കയറുന്നില്ല. കുർബാനയുടെ പ്രത്യേകമായ സന്ദർഭങ്ങളിലാണ് അവിടെ കയറുന്നത്. അപ്പോൾ അത് പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ഒരു പടിയാണ്, ഒരു പീഠമാണ്. അവരുടെ ഒരു പായിടുന്നത് പോലെയാണ്. അതുപോലെ നമ്മൾ അതിനിപ്പം പുതിയ കാർപ്പറ്റുകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ നിൽക്കുന്ന ആ സ്ഥലം നമ്മൾ ഒരുക്കുകയാണ്. അപ്പം അതിനൊരു വേദപുസ്തക അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മോശ, നിങ്ങൾക്കറിയാം മോശയ്ക്ക് ആദ്യമുണ്ടായ വെളിപാട്, ദൈവം മോശയ്ക്ക് വെളിപ്പെടുന്ന സമയത്ത് മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? നീ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്നുള്ളതാണ്. അതൊരു മോശ ആട് തീറ്റാൻ പോയതാണ്. അവിടെ മരുഭൂമിയാണ് പ്രധാനമായിട്ടും. അവിടെ ചെറിയ കുറ്റിക്കാടുകളും പുല്ലുമൊക്കെ കാണുമായിരിക്കും. അപ്പം ഒരു മരുപ്പരപ്പാണ്, അല്ലെങ്കിൽ ഒരു വന്യഭൂമിയാണ്. അവിടെ പ്രത്യേകമായി വിശുദ്ധ സ്ഥലമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ മോശയ്ക്ക് ഈ മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശയോട് പറയുന്നത്, നിൻ്റെ കാലിലെ ചെരുപ്പുകൾ ഊരിക്കളയുക, നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു. നമ്മുടെ പള്ളി പ്രത്യേകിച്ചും മദ്ബഹായിൽ, പള്ളിക്കകത്ത് പൊതുവേയും പിന്നെ മദ്ബഹായിലും നമ്മളത് അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മൾ പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് ഊരി മാറ്റും. മദ്ബഹായിലോട്ട് കയറുമ്പോഴും നമ്മൾ ചെരുപ്പ് ഊരി മാറ്റും. നിങ്ങൾക്ക് അറിയാം, ഈ പാശ്ചാത്യരുടെ പാരമ്പര്യമുള്ള പള്ളി, ഇപ്പോൾ CSI പള്ളിയിലോ അല്ലെങ്കിൽ കത്തോലിക്ക പള്ളിയിലോ, കേരളത്തിലെ പള്ളികളിലൊക്കെ അവർ മാറ്റുന്നുണ്ട്. കാരണം ഇന്ത്യക്കാരുടെ ഒരു രീതിയുണ്ട്. ഇന്ത്യയിൽ നമ്മൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല, അതിപ്പം ക്ഷേത്രത്തിൽ ചെന്നാലും സിഖുകാരുടെ ഗുരുദ്വാരയിൽ ചെന്നാലും ഇത് നമ്മുടെ ചെരുപ്പ് ഊരി മാറ്റണം. അത് നമ്മുടെ പൊതു പാരമ്പര്യമാണ്. അതുകൊണ്ട് എല്ലാവരും മാറ്റുന്നുണ്ട്. പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ചെന്നാൽ ആരും ഷൂസ് ഊരി മാറ്റുകയില്ല. ഇത് നമ്മുടെ ഈ സങ്കല്പം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെരുപ്പൂരി മാറ്റി ഒരുക്കത്തോടു കൂടി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മദ്ബഹായി കയറുമ്പോഴേ നമ്മൾ മാലാഖമാരുടെ ഗണത്തിൽ പെടുന്നു എന്നാണ് നമ്മുടെ പുരാതനമായ സങ്കല്പം. നിങ്ങളുടെ നോട്ടീസ് ചെയ്യാൻ കണ്ടു, മാലാഖ കൂട്ടം എന്നാണ് മനോഹരമായ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. മാലാഖ കൂട്ടം, ഹോസ്റ്റ് ഓഫ് ഏഞ്ചൽസ്. 9 വൃന്ദം മാലാഖമാരുണ്ടെന്ന് നിങ്ങൾ വായിക്കുന്നുണ്ട് അല്ലേ. അതിന് ചരിത്രമൊക്കെ ഉണ്ട്. അപ്പം മാലാഖമാരുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ഇതാണ്. പല ക്വയേഴ്സായിട്ട്, പല വൃന്ദങ്ങളായിട്ട് നിന്നുകൊണ്ട് നിരന്തരമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പാടിക്കൊണ്ടിരിക്കുക. ഇത് നമുക്കൊരു സങ്കല്പമാണ് നമ്മളെ സംബന്ധിച്ച്. പക്ഷേ ആ സങ്കല്പം ചില സമയത്ത് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ യഥാർത്ഥമായിട്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും അതിൻ്റെ ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ മാലാഖമാരോടൊപ്പം നമ്മൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്ത് ലയിച്ചു ചേരുമ്പം നമുക്കും അനുഭവം ഉണ്ടാകും. പക്ഷേ എല്ലാവർക്കും ഒന്നും എപ്പോഴും അങ്ങനെ ലയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കറിയാം, ചിലപ്പോഴൊക്കെ മദ്ബഹായിൽ വളരെ ഇൻഡിസിപ്ലിനായിട്ട് പെരുമാറുന്ന ആളുകൾ കാണും. അവരെ ഒന്നും ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ശ്രദ്ധ. പക്ഷേ നമ്മൾ യഥാർത്ഥമായിട്ട് അത് താഴെ നിന്നാണെങ്കിലും മദ്ബഹായിൽ നിന്നാണെങ്കിലും ശരിയായിട്ട് ആരാധിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് അനുഭവം ഉണ്ടാവും. ആ അനുഭവം ഒരിക്കലെങ്കിലും ഒന്ന് കിട്ടണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. അതൊരു വലിയ ഉദാത്തമായൊരു അനുഭവമാണ്. മാലാഖമാരുടെ സംഘത്തിൽ ചേർന്ന് നമുക്ക് വേറൊരു ചിന്തയില്ല, നമുക്ക് വേറൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എനിക്കത് തരണം ഇത് തരണം എന്നൊന്നും നമ്മളവിടെ ചിന്തിക്കുന്നില്ല. എനിക്ക്
ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് ദൈവമേ നീ പരിശുദ്ധൻ 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 എന്ന് മാലാഖമാരോടൊപ്പം പാടുന്ന അനുഭവമാണ്. ഈ ഒരു അനുഭവത്താണ്, ഒരു ക്വയറാണ്. അതുകൊണ്ട് ഈ പള്ളിയിലെ ആരാധന മുഴുവൻ ഒരു മാലാഖമാരുടെ സംഘം പോലെ ഒരു ക്വയറായിട്ട്, ഒരു ഏഞ്ചലിക് ക്വയറായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് പ്രോസ് റീഡിംഗ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. പ്രോസ് റീഡിംഗ് ഉണ്ട്. പക്ഷേ പ്രോസ് റീഡിംഗ് പോലും നിങ്ങൾ ചാൻറ്റ് ചെയ്യുക അല്ലേ? നിങ്ങളെങ്ങനെയാണ് ഇപ്പം അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്നും എന്ന് നിങ്ങൾ പറയും. പക്ഷേ അതുപോലെ നിങ്ങൾ ചാൻറ്റ് ചെയ്യുക, ഒരു ഈണത്തിലാണ് അത് ചൊല്ലുന്നത്. അപ്പോൾ ഈ പ്രോസ് ഇല്ല നമ്മുടെ കുർബാനയിൽ, എങ്ങനെ വേണേൽ പറയാം. നമ്മുടെ ആരാധനയിൽ ഗദ്യമില്ല. ഗദ്യമെന്ന് പറയുന്നത് ഇങ്ങനെ അല്പം കോണും മൂലയൊക്കെ ഉള്ളതാണ് ഗദ്യം. പദ്യത്തിന് അങ്ങനെയില്ല. പദ്യം ഇങ്ങനെ തിരമാലകൾ പോലെയാണ്, അതിങ്ങനെ തരംഗങ്ങളായിട്ട് പോകുന്നതാണ്. അപ്പം നമ്മൾ പാട്ട് പാടുകയാണെങ്കിലും നമ്മൾ പ്രൊമിയൻ വായിക്കുകയാണെങ്കിലും വേദപുസ്തകം വായിക്കുകയാണെങ്കിലും എല്ലാം തന്നെ ഈ ചാൻറ്റിങ് ആണ്. ഈ ചാൻറ്റിങ്ങിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം ഇതാണ്, കാരണം ആരാധന മുഴുവൻ അത് വൈദികരും ശമാശന്മാരും ജനങ്ങളും കൂടി നിന്ന് ആരാധിക്കുന്നത് മുഴുവൻ മാലാഖമാരുടെ കൂട്ടത്തോടു കൂടിയാണ് എന്നുള്ള സങ്കല്പമാണ്. നമുക്ക് ഇന്ത്യയിലും നിങ്ങൾക്കറിയാമല്ലോ, കർണാടക സംഗീതത്തിലെ ഈ രാഗങ്ങളെ ഓരോ ഭാവങ്ങളാണ്. സന്ധ്യയ്ക്ക് പാടുന്ന കീർത്തനങ്ങളുണ്ട്, പ്രഭാതത്തിൽ പാടുന്ന കീർത്തനങ്ങളുണ്ട്. അങ്ങനെ ഈ യാമത്തിൻ്റെ കണക്കനുസരിച്ച് അതിൻ്റെ ഭാവം മാറും, അതിൻ്റെ മെലഡി മാറും എന്ന് പറഞ്ഞതുപോലെയാണ് ഓർത്തഡോക്സ് മ്യൂസിക്കിലും വ്യത്യാസമുണ്ട്. നമുക്കത് അത് തത്വത്തിലുണ്ടെങ്കിലും നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമുക്ക് എല്ലാം ഒറ്റ ഒരു രീതിയിലാണ് നമ്മളങ്ങ് പാടിപ്പോകുന്നത്. ഞാനെപ്പോഴും നമ്മുടെ എൻ്റെ വിദ്യാർത്ഥികളോടൊക്കെ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു പള്ളിയിൽ പെരുന്നാളോ ഒക്കെ നടക്കുമ്പോഴേ നിങ്ങൾ രാവിലെ നമസ്കാരത്തിന് പോകുന്നതുകൊണ്ട് അകത്ത് നിന്നേ കേൾക്കുകയുള്ളൂ. ആ വഴിയെ അങ്ങനെ നിങ്ങൾ പോകുകയാണെങ്കിൽ ഈ മൈക്കിലൂടെ വരുന്ന ശബ്ദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആളുകളുടെ പാട്ടും അച്ഛന്മാരുടെയും അല്ലെ മെത്രാച്ചന്മാരുടെയും പാട്ടും എല്ലാം കൂടെ ഒട്ടും മ്യൂസിക്കിലല്ലാതെ നിങ്ങൾ പുറത്തു നിന്ന് കേൾക്കണത്. പ്രത്യേകിച്ച് അത് മൈക്കിലൂടെ ഭയങ്കരമായ ശബ്ദത്തിൽ ഇത് വെക്കുകയും ചെയ്യും. അതിൻ്റെ അകത്ത് ഞാനിവിടെ പറഞ്ഞ ഈ തരംഗ സ്വഭാവം നമ്മുടെ പാട്ടുകൾക്കില്ല പള്ളികളിൽ പാടുന്നതിന്. നമ്മളെല്ലാം ഒറ്റക്കട്ടയ്ക്കാണ് പാടുന്നത്. ഇതിങ്ങനെ യഥാർത്ഥത്തിൽ നല്ല ഒരു വേവ് പോലെ ചിലപ്പോൾ നമ്മുടെ ശബ്ദം കേൾക്കുക പോലും ഇല്ല, വളരെ ലോ ആയിരിക്കും, പിന്നെ അത് ഉയർന്നു വരും, പിന്നെ ഇങ്ങനെ പോകും. അതാണ് മ്യൂസിക്കിൻ്റെ സ്വഭാവം. നമ്മുടെ മെലഡി അങ്ങനെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എനിക്ക് എം പി ജോർജിനെ പോലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. എങ്കിലും എൻ്റെ അനുഭവം ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ആരാധന എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഈ ഒരൊറ്റ തത്വമാണ്. വി ആർ വർഷിപ്പിംഗ് വിത്ത് ദി 9 choirs of angels. We are praising the holy name of God, Father, Son and Holy Spirit. And we repeatedly sing, Holy, Holy, Holy. Again, Holy, Holy, Holy. അതിപ്പം ചില ആളുകൾ ചോദിക്കും, എന്തിനായി ഹോളി എന്ന് ഒരിക്കൽ പറഞ്ഞാൽ പോരെ, 3 പ്രാവശ്യം പറയുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ 9 പ്രാവശ്യം പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നവരെ ഉണ്ട്. പക്ഷേ അവരെ നിങ്ങളെ അവിടെ ഇരിക്കുന്നവരെ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ മക്കൾ അവിടെ ഇത് ചെയ്യേണ്ട, പേപ്പർ നോക്കുന്നു അല്ലല്ല, ഒന്നും വഴക്ക് പറയാനില്ല, നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കണേ, കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമുണ്ട്, പക്ഷേ എന്നാലും ഇത് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം, കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതി നമ്മുടെ കീർത്തനങ്ങളിലൊക്കെ അങ്ങനെയാണ്, കേട്ടോ. കീർത്തനങ്ങളിൽ നിങ്ങൾ വിഷമിക്കണ്ട. ഇപ്പം മണി 8 മണി, നിങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയോ? വിശപ്പായി തുടങ്ങിയായിരിക്കും അല്ലേ? 8 മണിയൊക്കെ ആറായി. സ്വാഭാവികമാണ്, കേട്ടോ. നിങ്ങൾ അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. അപ്പോൾ ഈ നമ്മുടെ ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു സംഗതി അതിൻ്റെ അനുഭവമാണ്. എല്ലാ ആരാധനയിലും അങ്ങനെയാണ്. അനുഭവത്തിലേക്ക് വരുമ്പം നമ്മുടെ സാധാരണ ചുറ്റുപാടും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ എനിക്ക് ശരീരത്തിന് വേദനയുണ്ട്, പ്രായം കൊണ്ടും വാദം കൊണ്ടും ഒക്കെ എൻ്റെ ജോയിൻസിനൊക്കെ വേദനയൊക്കെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാൽ അവിടെ വേദന, ഇവിടെ വേദന, ഇതൊക്കെ ഉണ്ട്, പ്രായമുള്ളവർക്കൊക്കെ അറിയാതെ. ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനിതൊന്നും ഓർക്കുന്നില്ല. കാരണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട
ഒരു സംഘത്തിലാണ് നിൽക്കുന്നത്. അവരോട് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് എന്നെ വിളിച്ചത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടുണ്ടല്ലോ എൻ്റെ ഈ വേദനയെക്കുറിച്ച് ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അത് ആരാധനയിലും അത് ശരിയാണ്. നമ്മൾ ആരാധനയിൽ അതിൻ്റെ ആത്മാവിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഈ ലോകചിന്തകളൊന്നും നമുക്ക് വരികയില്ല. നമ്മുടെ പഴയ ഒരു സഭാപിതാവിൻ്റെ വാക്കനുസരിച്ച് വി ഷട്ടിങ് ദ ഡോർ ഓഫ് ഹിസ്റ്ററി വെൻ വി എൻ്റർ വർഷിപ്പ് എന്നാണ് പറയുന്നത്. ചരിത്രത്തിൻ്റെ വാതിലുകൾ അങ്ങ് അടയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയുള്ള അനുഭവത്തിൽ നിന്ന് നമ്മൾ ഉയരുകയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ എക്സ്റ്റാറ്റിക് ഒക്കെ എന്ന് പറയുന്ന വളരെ ഉദാത്തമായ തലത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ അവിടെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിലേക്ക് നിങ്ങൾ കടക്കാൻ ഒന്ന് ശ്രമിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പർദീസായിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് പോലെ ദൈവമേ ഈ അനുഭവത്തിലേക്ക്, ഈ ആത്മീയമായ ഈ അനുഭവത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുവാൻ. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ 5 വയസ്സുള്ള പിള്ളേരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ അവരുടെ പാത്രികീസ് ബാവ ഷെനൂദ മരിച്ചുപോയ ആളാണ്. ഷെനൂദ പാത്രികീസ് ബാവ ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് വന്നപ്പോൾ പാത്രികീസ് ബാവ വന്നപ്പോൾ ഒത്തിരി പിള്ളേർ അവിടുന്ന് ഇവിടുന്ന് എല്ലാം യൂറോപ്പിലാണ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 5 വയസ്സുകാരുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പം അവരുടെ മദ്ബഹായിൽ ഈ പിള്ളേരെല്ലാം ഇതൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുക. ഈ പ്രസംഗം അവിടെ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഈ മദ്ബഹായുടെ പല മൂലകളിലും ഈ 5 വയസ്സുകാരൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഒരു പ്രയാസമില്ല അതിന്. അത് അവരുടെ ആരാധനയുടെ ഭാഗമാണ്. തീരെ ശിശുക്കളാണ്, കുഞ്ഞുങ്ങളാണ്. പക്ഷേ അവർ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത് മാലാഖമാരുടെ റെപ്രസെൻറ്റേഷനാണ്, മാലാഖ കൂട്ടമാണ്. അപ്പോൾ കുറച്ച് പേര് ഉറങ്ങും, കുറച്ച് പേരിങ്ങനെ പാടും. ഇതൊക്കെയാണ് അവരുടെ ഒരു അനുഭവം. ഞാൻ പറഞ്ഞത് ഈ വേഷം ഇട്ടിരിക്കുന്നതുകൊണ്ട്, ഈ ഊറാറ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഷമ്മാശന്മാരെ പോലെ അവർ പിന്നീട് അച്ഛന്മാരാകാനുള്ളവരോ സെമിനാരി പഠിക്കുന്നവരോ അല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വി ആർ ഓൾ ഡീക്കൺസ്. കർത്താവ് യേശു ക്രിസ്തു ഷമ്മാശനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാനത് ഇടയ്ക്ക് പറയുമ്പോൾ ചിലർ പറയും അച്ഛൻ എന്നെ വേദവിപരീതം പറയുമെന്ന് ചോദിക്കും അല്ലേ. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുപടിയായി കൊടുക്കുവാനും മാത്രമേ വന്നത്. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാൻ. ആ വാക്കിൻ്റെ അതിൻ്റെ വേദപുസ്തകത്തിലെ അതിൻ്റെ ഗ്രീക്ക് ഭാഷയിലോ സുറിയാനി ഭാഷയിലോ നോക്കിയാൽ ഡീക്കൺ എന്ന ഗ്രീക്ക് ഭാഷയിൽ കാണും, ശംശോനോ എന്ന് സുറിയാനി ഭാഷയിൽ കാണും. ഷമ്മാശൻ എന്ന ആ വാക്കിൻ്റെ അർത്ഥം ഡീക്കൺ, ഷമ്മാശൻ. അപ്പം കർത്താവ് ഷമ്മാശനാണെന്ന് ഞാൻ പറയുന്നത് ആ അടിസ്ഥാനത്തിലാണ്. നമുക്കൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ സെമിനാരിയൊക്കെ വന്നപ്പോഴത്തേക്ക് സെമിനാരിൽ പോയി 4 വർഷം പഠിച്ച് ഇങ്ങനെ ഷമ്മാശനായിട്ട് ഊറാറായും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം അച്ഛനാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. അതങ്ങനെയാണ് രീതി, സെമിനാരിലെ രീതി അങ്ങനെയാണല്ലോ. പക്ഷേ ഈ ഷമ്മാശ് പട്ടം, ഞങ്ങളൊക്കെ ഷമ്മാശന്മാരാകുന്ന സമയത്ത് ആളുകൾക്കൊന്നും പൈസയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പുതിയ ഷമ്മാശനാകാൻ പോകുന്ന അടുത്ത ക്ലാസ്സുകാർ ഞങ്ങൾ ഈ ഊറാറ ഇങ്ങനെ എടുത്ത ഞങ്ങൾ കശിശപ്പട്ടം തരുമ്പോഴേ ഈ ഊറാറ മാറ്റുമല്ലോ. മാറ്റുന്ന സമയത്ത് അത് മാറ്റിക്കൊണ്ട് പോകാനായിട്ട് ജൂനിയർ വിദ്യാർത്ഥികൾ ധാരാളം നിൽക്കും അവിടെ. കാരണം അവർക്ക് പുതിയ ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് കാശില്ല. അതുകൊണ്ട് ഈ ഊറാറ വാങ്ങിക്കുക. ഇപ്പം അങ്ങനെ ആരും ചെയ്യില്ല അല്ലേ. മാത്രമല്ല വളരെ വളരെ വിലയേറിയ ഊറാറകളായി ഇപ്പം ധരിക്കുക. കാരണം ആളുകൾക്ക് കാശായി അല്ലേ. അപ്പോൾ പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അച്ഛനായാലും മെത്രാച്ചനായാലും ബാവായാലും നിങ്ങൾ ഷമ്മാശനാണ്. ഷമ്മാശത്വം ഉപേക്ഷിക്കപ്പെടുന്നില്ല. കാരണം കർത്താവ് എന്തിനു വേണ്ടിയാണോ ഈ ലോകത്തിൽ വന്നത് അതാണ് ഷമ്മാശൻ്റെ ധർമ്മം അല്ലേ. ഐ ആം എ ഡീക്കൺ എന്ന് കർത്താവ് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ശരിയാണ്. ശുശ്രൂഷിക്കുവാനാണ് വന്നത്. ടു മിനിസ്റ്റർ, ടു ബി എ ഡീക്കൺ, ടു ബി എ ഷമ്മാശൻ എന്നുള്ളതാണ് വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്കൊരു ധാരണയുണ്ട്, അച്ഛനായ ഷമ്മാശനല്ല, മെത്രാച്ചനായ പിന്നെ അച്ഛനല്ല, ബാവായായ പിന്നെ മെത്രാച്ചനല്ല എന്നൊരു ധാരണ നമ്മുടെ ആളുകളുടെ മനസ്സിലുണ്ട്. ശരിയല്ലത്. മാർപ്പാപ്പയുടെ ക്ഷണമനുസരിച്ച് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ തന്ന സ്ഥലം ഒരു ഗസ്റ്റ് ഹൗസാണ്. ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ പഴയ വാക്ക് സത്രമെന്നാണ്. യാത്ര ചെയ്യുന്ന ആൾക്ക് ഇടയ്ക്ക് 2-3 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം താമസിക്കാനുള്ള ഒരു സ്ഥലമാണ് സത്രം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നുണ്ടായ വലിയ അത്ഭുതം, മാർപ്പാപ്പ അവിടെ തന്നെ താമസിക്കുന്നത്. ഞങ്ങളുടെ താമസിക്കുന്ന നിലയുടെ തൊട്ട് മുകളിലാണ് മാർപ്പാപ്പയുടെ. അദ്ദേഹത്തിൻ്റെ മുറി ഞങ്ങൾക്ക് ലഭിച്ച മുറി പോലെയുള്ള മുറികൾ ചിലപ്പോൾ ഒരു മുറിക്ക് പകരം 2 മുറി കാണുമായിരിക്കും അദ്ദേഹത്തിന്.
പക്ഷേ അതേ വലിപ്പമുള്ള മുറിയാണ്. അത് ഗസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്, ഗസ്റ്റ് ഹൗസാണ്. മാർപ്പാപ്പ തീരുമാനിച്ചു മാർപ്പാപ്പമാരുടെ പേപ്പൽ പാലസിൽ താമസിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ഇവിടെ വന്നു. ആകപ്പാടെ കത്തോലിക്ക സഭയുടെ കേന്ദ്രത്തിലൊക്കെ വലിയ പ്രശ്നമായിരുന്നത്. കാരണം സെക്യൂരിറ്റി വേണം, സ്വിസ് ഗാർഡ് വേണം, വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഇവിടെ സാധാരണക്കാരായ ആളുകളിപ്പം ഒരു അച്ഛനവിടെ ഒരു ക്ഷണിക്കപ്പെടുകയാണെങ്കിൽ അച്ഛനവിടെ താമസിക്കാം, ഒരു അൽമായക്കാരൻ അവിടെ താമസിക്കാം. അവിടെയാണ് മാർപ്പാപ്പായും താമസിക്കുന്നത്. എനിക്ക് വലിയ അത്ഭുതമാണ്. കാരണം ഞാൻ കുറച്ചൊക്കെ അതിന് മുൻപുള്ള മാർപ്പാപ്പന്മാരെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും ബെനഡിക്റ്റ് മാർപ്പാപ്പയും അതിൽ കൂടുതൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഒക്കെ ധാരാളം കാണുകയും ഇടപെടുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്കത് വലിയ അത്ഭുതമായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയൊക്കെ. അദ്ദേഹം രാവിലെ കുർബാനയ്ക്ക് അവിടെ ഒരു ചാപ്പലുണ്ട്. കുർബാനയ്ക്ക് അവിടെ ചെന്ന് മറ്റച്ഛന്മാരുടെ മെത്രാച്ചന്മാരുടെ കൂടെ അദ്ദേഹം അവിടെ കുർബാന ചൊല്ലി അത് അദ്ദേഹം തിരിച്ച് മുറിയിലോട്ട് പോവുക, തന്നെ നടന്നു വരിക. നോക്കുമ്പോൾ അവിടെ റിസപ്ഷൻ്റെ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. ആ റിസപ്ഷനിസ്റ്റാണ് ഗസ്റ്റ് ഹൗസിൻ്റെ. അവരവിടെ നിന്ന് അവിടെ ജോലി ചെയ്യുന്നു. മാർപ്പാപ്പയിൽ അവരെഴുന്നേൽക്കുന്നില്ല, മാർപ്പാപ്പ കൂടെ നോക്കുന്നില്ല. അത് കഴിഞ്ഞ് ഡൈനിങ് ഹാളിലോട്ട് വന്നു. ഞങ്ങൾ ഗസ്റ്റായിട്ട് ചെന്നവരാ. ഞങ്ങൾക്ക് അവിടെ താഴെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ. ബാവായും ഞങ്ങളെല്ലാവരും അവിടെ പോയി ഒരു ടേബിളിൻ്റെ വട്ടത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹം കുർബാന കഴിഞ്ഞ് കയറി വന്ന് ബാവായെ കണ്ട ഉടനെ അദ്ദേഹം അങ്ങോട്ട് വന്നിട്ട് ലോഹ്യം വർത്തമാനമൊക്കെ പറഞ്ഞു. അന്നേരത്തേക്ക് സെക്രട്ടറി വന്ന് പറഞ്ഞു ബാവായുമായിട്ടുള്ള മീറ്റിംഗ് 11 മണിക്കാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം വന്നു. എന്നിട്ട് അദ്ദേഹം പോയിട്ട് കാപ്പി കുടിക്കാനായിട്ട് ആരും അദ്ദേഹത്തെ സഹായിക്കുന്നില്ല. അവിടെ മേശയിൽ ഇങ്ങനെ ചായയും കാപ്പിയും ബ്രെഡും ഒക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ നോക്കിയപ്പോൾ ഒരു പ്ലേറ്റ് എടുത്ത് അദ്ദേഹം ബ്രെഡൊക്കെ എടുത്ത് വെച്ചു. അവിടെ പോയി ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ തിരിച്ച് കാപ്പി എടുത്തു. അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അച്ഛന് കൂടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ കന്യാസ്ത്രീകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ. പക്ഷെ അവരാരെയും അദ്ദേഹം ഈ ജോലി ചെയ്യിപ്പിക്കുകയില്ല. ഇങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വെറും സാധാരണക്കാരുടെ കൂടെ ജീവിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഞങ്ങളെ ഈ വത്തിക്കാൻ സിസ്റ്റീൻ ചാപ്പലിലൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലുള്ള മുറിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഈ പുതിയ മാർപ്പാപ്പമാർക്ക് ഇടാനുള്ള ചെരുപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല സൈസിലാണ്. കാരണം ആരാ വരുമെന്ന് അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് 7, 8, 9, 10 ഒക്കെ സൈസിലാണ് ചെരുപ്പുകൾ ഉണ്ടാക്കി വെച്ചത്. ചുവന്ന ചെരുപ്പും ചുവന്ന സോക്സുമാണ്. അതുപോലെ കുപ്പായം അതുപോലെയാണ്. പ്രത്യേക കുപ്പായങ്ങൾ പല സൈസിലിങ്ങനെ ഉണ്ടാക്കി വെക്കും. കാരണം ചിലപ്പം ഒരു വലിപ്പമില്ലാത്ത ഒരാളായിരിക്കും, വേറൊരാൾ വലിയ തടിയനായ ഒരാളായിരിക്കും, പറയാൻ പാടില്ല. ഇദ്ദേഹം ഇതൊന്നും സ്വീകരിച്ചില്ല. ഇദ്ദേഹം എന്താണെന്നറിയാമോ? ചുവന്ന ഷൂസ് കൊണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ചെരുപ്പ് മതി. അർജൻറ്റീനയിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്ന ഷൂസാണ്. അവിടെ ആ ഷൂസ് ഉപയോഗിച്ചാൽ അദ്ദേഹം ഈ പാവങ്ങളുടെ വീടുകളിലും നിരത്തിലും ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഷൂസ് ഉപയോഗിച്ച് അദ്ദേഹം ആ ഷൂസ് ഇട്ടുകൊണ്ടാണ് മാർപ്പാപ്പായിട്ട് വരുന്നത്. കുപ്പായം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും വേണ്ട, അത് ഇട്ടുകൊണ്ട് വന്ന ആ ഒരു കുപ്പായമുണ്ട്. ആ കുപ്പായം ഇട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നത്. അതിന് വലിയ മാലയും കാര്യങ്ങളൊന്നും, അത് ഇട്ടുകൊണ്ട് വന്ന ഒരു മെറ്റൽ ക്രോസ് ഉണ്ട്, അത് ഇട്ടുകൊണ്ട്. വേഷം മാറിയില്ല അദ്ദേഹം വാസ്തവത്തിൽ. ആ വേഷം മാറാതെയാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് ഈ ലോകത്തെ മുഴുവൻ അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്. ആ പ്രസംഗത്തിന് ലത്തീൻ ഭാഷയിലെ ഉർബി എത്ത് ഓർബി എന്ന് പറയും. ഉർബി എത്ത് ഓർബി എന്ന് പറഞ്ഞാൽ നഗരത്തോടും ലോകത്തോടും എന്ന ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം റോമ നഗരത്തോടും ലോകത്തോടും മുഴുവൻ. ഇതൊക്കെ വലിയ വിപ്ലവമായിരുന്നു. അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഈ സ്വിസ് ഗാർഡുകളെന്ന് പറയുന്നവരെ അവരിങ്ങനെ അറ്റൻഷനായിട്ട് നിൽക്കും. നമ്മൾ പോകുമ്പം 2 സൈഡിലും അവരോട് മാർപ്പാപ്പമാർ സംസാരിക്കുകയില്ല, ആ സെക്യൂരിറ്റി അവർ. പക്ഷേ ഇദ്ദേഹം അവിടെ ചെന്നിട്ട് അവരോട് ചോദിക്കും എവിടെയാണ് വീട്, എത്ര മക്കളുണ്ട്, ഇങ്ങനെയൊക്കെ അവരോട് ചോദിക്കുന്ന ഒരാളും കൂടിയായിരുന്നു. ഇത് ഞാൻ പറഞ്ഞൊരു ഷമ്മാശൻ്റെ സ്വഭാവം അദ്ദേഹം കാണിച്ചത്. ആരെയാണ് എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്, ആരുടെ പ്രയാസങ്ങളാണ് കേൾക്കേണ്ടത്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല അക്രൈസ്തവർക്കും ഒരു മതവിശ്വാസം ഇല്ലാത്തവർക്കും നിരീശ്വരന്മാർക്കും ഒക്കെ അദ്ദേഹം ആദരണീയനായി തീർന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ ഷമ്മാശൻ്റെ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്ന വാസ്തവത്തിൽ കേട്ടോ. ദൈവത്തെ ആരാധിക്കുന്നത് അതിന് ആ സർവീസ് എന്ന മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നതിന് നമ്മൾ വേറൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, മിനിസ്ട്രി എന്ന വാക്കിൻ്റെ അർത്ഥം. മിനിസ്ട്രി. ഇപ്പം നമ്മൾ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മിനിസ്റ്റർ വരുമെന്ന് പറഞ്ഞാൽ ആരാ വരുന്നു അല്ലേ? ഇപ്പോൾ മിനിസ്റ്റർ വരുമെന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങളെല്ലാവരും എഴുന്നേറ്റും അല്ലേ, വലിയ ബഹളമാണ് ഇവിടെ അല്ലേ? പക്ഷേ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? ഷമ്മാശൻ എന്നാ വാക്കിൻ്റെ അർത്ഥം. ലത്തീൻ ഭാഷയാണെന്നുള്ളതേ ഉള്ളൂ.
സുറിയാനിയിൽ പറയുന്ന ഷമ്മാച്ചൻ ഗ്രീക്കിൽ പറയുന്ന ഡീക്കനാണ്, ലത്തീൻ ഭാഷയിൽ മിനിസ്റ്റർ ആകുന്നത് കേട്ടോ. അപ്പം മിനിസ്റ്റർ എന്ന് പറഞ്ഞാലും ഈ സേവനം, ശുശ്രൂഷ എന്ന വാക്കിൻ്റെ അർത്ഥം അത് നമ്മൾ മറന്നുപോയി. ഡെമോക്രസി വന്ന സമയത്താണ് അങ്ങനെ ഉണ്ടാക്കിയത്. പബ്ലിക് സെർവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും, എനിക്കിപ്പോഴും അറിയാം, ഇംഗ്ലീഷ് വലിയ പരിചയമില്ലാത്ത ഒരു ഫ്രഞ്ചുകാരൻ പ്രൊഫസർ ഇവിടെയുള്ള വലിയൊരാളിനെക്കുറിച്ച് പബ്ലിക് സെർവൻ്റ് എന്ന് എഴുതി കണ്ടോ. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, അതെന്താ അങ്ങനെ എഴുതിയേക്കുന്നത്, മോശമല്ലേ അയാളെക്കുറിച്ച് പബ്ലിക് സെർവൻ്റ് എന്ന് എഴുതുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഇന്ത്യയിലെ വലിയ ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാരുടെ പബ്ലിക് സെർവൻ്റ് എന്നാണ് അവരുടെ ടൈറ്റിൽ. അവരെ ദാസ്യവൃത്തി ചെയ്യുന്നവരാണ് എന്ന് വിചാരിക്കരുത്, ശുശ്രൂഷ ചെയ്യുന്നവരാണ്, ജനസേവനം ചെയ്യുന്നവരാണ്, അവിടെ ഒരു പബ്ലിക് സെർവൻ്റാണ്. ഇങ്ങനെയൊക്കെ വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ഒത്തിരി മാറിപ്പോയിട്ടുണ്ട്. നമ്മളത് ചിലതൊക്കെ തിരിച്ചെടുക്കണം എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല. എനിക്ക് പറയാൻ പ്രധാനമായിട്ടുണ്ടായിരുന്നത്, നമ്മൾ ആരാധനയ്ക്ക് വരുമ്പം, നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പം മാലാഖമാരോടൊപ്പം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വരുന്നവരാണ്. ഈ ആരാധനയിൽ നമുക്ക് ചില പ്രത്യേക ധർമ്മങ്ങളുണ്ട്, ഉണ്ട്. വൈദികനൊരു ധർമ്മമുണ്ട്, ഷമ്മാശനൊരു ധർമ്മമുണ്ട്, ജനങ്ങൾക്കൊരു ധർമ്മമുണ്ട്. നമ്മുടെ ആരാധന നോക്കിയാൽ നിങ്ങൾ ഷമ്മാശൻ എന്നല്ല കാണുന്നത്, ശുശ്രൂഷക്കാരനെന്നാണ് കാണുന്നത്. മലയാളം തർജ്ജമ ചെയ്തെടുന്നേക്കുന്നതാണ്. പക്ഷേ മദ്ബായി ശുശ്രൂഷിക്കുന്ന എല്ലാവരും ഷമ്മാശന്മാരാണ്. അതുകൊണ്ട് ഒറിജിനൽ നോക്കിയാൽ അത് പ്രസ്ബിറ്റർ അച്ഛനാണ്, ഡിയാക്കോൺ ഷമ്മാശനാണ്, പിന്നെ ജനങ്ങൾ ലാവോസ് ലെയ്റ്റി ജനങ്ങളാണ്. ഇവർ മൂന്നുമില്ലാതെ നമുക്ക് കുർബാനയില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഏകദേശം അറിയാം. കത്തോലിക്ക സഭയിൽ ഒരു 10,000 വർഷം മുൻപ് അവർ എല്ലാ വൈദികരും എല്ലാ ദിവസവും കുർബാന ചൊല്ലണം എന്നൊരു നിയമം ഉണ്ടാക്കി അവരെ. അതുകൊണ്ട് നിങ്ങൾ പഴയ കത്തോലിക്ക പള്ളി യൂറോപ്പിലൊക്കെ പോയി നോക്കിയാൽ കാണാം, അവർക്ക് പ്രധാനപ്പെട്ട ഒരു ത്രോണോസുണ്ട്. അതിൻ്റെ കൂടെ ഈ പള്ളിയുടെ ചുറ്റുപാടും ത്രോണോസാണ്, കൊച്ചു കൊച്ചു ത്രോണോസുകളുണ്ട് പള്ളിയുടെ ചുറ്റും. എന്തിനാണെന്നറിയാമോ? ഒത്തിരി അച്ഛന്മാരുണ്ടെങ്കിലും എല്ലാവർക്കും കുർബാന ചെല്ലണം. ഇപ്പോൾ അത് കുറച്ചുകൂടെ മാറ്റിയിട്ട് ഇപ്പോൾ അവർക്ക് ഒരുമിച്ച് നിന്ന് കുർബാന, ഇപ്പോൾ 10 അച്ഛന്മാരുണ്ടെങ്കിൽ ഒരാൾ ചെല്ലിയാൽ മതി, അതിൻ്റെ കൂടെ മറ്റച്ഛന്മാർ കോൺസെലിബ്രേറ്റ് ചെയ്താൽ മതി എന്ന് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പാരമ്പര്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ പാരമ്പര്യത്തിൽ അച്ഛൻ മാത്രം പോരാ, വൈദികനും ഷമ്മാശനും ജനവും വേണം, എങ്കിലേ കുർബാന നടക്കുകയുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, സഭയെന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരമാണ്, ദൈവത്തിൻ്റെ ജനമാണ്. അതിൻ്റെ അകത്ത് പ്രത്യേക ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരുണ്ട്. മെത്രാച്ചന്മാരുണ്ട്, അച്ഛന്മാരുണ്ട്, വൈദികരുണ്ട്, ഷമ്മാശന്മാരുണ്ട്, പക്ഷേ ജനം ഒരുമിച്ച് നിന്ന് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ ഭരണക്രമത്തിലും അത് വന്നേക്കുന്നത്. മലങ്കര അസോസിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഭൂരിപക്ഷം ആളുകളും ലേ പീപ്പിളാണ്, അൽമായക്കാരാണ്, അല്ലേ? അച്ഛന്മാരുടെ പ്രതിനിധികളുണ്ട് അതിൻ്റെ അകത്ത്, എല്ലാ മേൽപ്പട്ടക്കാരും അതിൻ്റെ അകത്ത് മെമ്പേഴ്സാണ്. അതാണ് വാസ്തവത്തിൽ സിനഡെന്ന് പറയുന്നത്. കാരണം അതിൻ്റെ അകത്ത് മേൽപ്പട്ടക്കാരും പട്ടക്കാരും ഷമ്മാശന്മാരും ജനങ്ങളും അതിൻ്റെ അകത്ത് സന്നിഹിതരാണ്. അപ്പം സഭ മുഴുവനും അവിടെ സന്നിഹിതമാണ്, പ്രസൻ്റാണ് എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ സുന്നോദോസ് എന്ന് പറയുന്നത്. ഈ മുളന്തുരുത്ത് സുന്നോദോസ് എന്നോ അല്ലെങ്കിൽ ഉദയംപെരൂർ സുന്നോദോസ് എന്നൊക്കെ പറയുന്ന ആ വാക്ക് ഉപയോഗിക്കാൻ കാരണം അതാണ്. എല്ലാവരും സഭ മുഴുവനും കൂടിയാണ്, അല്ലാതെ എപ്പിസ്കോപ്പന്മാർ മാത്രമുള്ളതിന് അതിന് എപ്പിസ്കോപ്പൽ സുന്നോദോസ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥമായിട്ട് സഭ മുഴുവനും കൂടുമ്പോഴാണ് സുന്നോദോസ് ആകുന്നത്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്തിനാണ് കൂടുന്നത് ചോദിച്ചാൽ ഭരിക്കാൻ വേണ്ടിയല്ല. അതതിൻ്റെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ഭരണം നടത്താൻ വേണ്ടിയല്ല അത് കൂടുന്നത്. ഇലക്ഷന് വേണ്ടി ബാവായി മെത്രാച്ചന്മാരെ ഇലക്ഷൻ നടത്താൻ വേണ്ടിയാണെന്ന് കൂടുന്നത് നമ്മൾ വിചാരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ ആരാധനയുടെ ഭാഗമായിട്ട് നമ്മുടെ ഭരണപരമായ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നും. ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോയ വലിയ പ്രശ്നമാണ് കേട്ടോ. ആരാധനയില്ല, അതിന് പകരമായിട്ട് നമ്മൾ ഭരണത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് അടക്കുകയും ചെയ്താൽ പിന്നെ സഭയില്ല. അതുകൊണ്ട് ഇത് എപ്പോഴും ആ ക്രമം നിങ്ങൾ ഓർത്തിരിക്കുക. ക്രമം എന്നുള്ള വാക്ക് ഞാനൊരിക്കലും അധികം പറയുന്നതല്ലെങ്കിലും നമ്മുടെ എല്ലാ ആരാധനാ ക്രമങ്ങളിലും ക്രമമുണ്ട്. തക്സ എന്ന് നിങ്ങളെപ്പോഴും പറയില്ലേ, കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ നിങ്ങളെല്ലാവരും എടുത്തു കൊടുക്കില്ല, അച്ഛന്മാർക്ക് തക്സ എടുത്തു കൊടുക്കും. തക്സ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? തക്സ എന്നുള്ള വാക്കിന് പുസ്തകം എന്ന അർത്ഥമില്ല, ക്രമമെന്നേ അർത്ഥമുള്ളൂ. തക്സ അതിൽ നിന്ന്, അത് ഗ്രീക്ക് വാക്ക്, അതിൽ നിന്ന് ടാക്സി എന്നുള്ള വാക്ക് വന്ന് ക്രമമായിട്ട് ലൈനായിട്ട് നിൽക്കുന്നതിനാണ് തക്സ എന്ന് പറയുന്നത്. തക്സോ ദു കുറോബോ, കുർബാനയുടെ ശുശ്രൂഷയുടെ ക്രമം എന്ന അർത്ഥം. അപ്പോൾ ഈ തക്സ എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ ആരാധനയിലും
നമ്മുടെ ഭരണക്രമത്തിലും എല്ലാം ഈ തക്സ ഉണ്ട്. ഈ തക്സാകളുടെ എല്ലാം പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആരാധനയാണ്. നമ്മളെ ദൈവത്തെ ഒരുമിച്ച് നിന്ന് ആരാധിക്കുന്നു. അതിൽ നിന്നാണ് ഭരണക്രമവും മറ്റെല്ലാ ക്രമങ്ങളും ഉണ്ടാകുന്നത്. അതിനെ ലംഘിച്ചാൽ, ആരാധനയുടെ ആ പ്രിൻസിപ്പിൾ ലംഘിച്ചാൽ ഇതൊക്കെ കുഴപ്പത്തിലാകും എന്നുള്ളതും ഞാൻ സൂചിപ്പിക്കും. നിങ്ങൾക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം, എനിക്കറിയാം. എങ്കിലും ഞാനത് സീനിയേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ടുകൂടി സൂചിപ്പിച്ചതാണ്. നമ്മുടെ കുർബാനയിൽ ചില അച്ഛന്മാർ ശോശാപ്പ മടക്കി വെക്കുന്നുണ്ട്, ചിലർ അത് മടക്കി വെക്കുന്നില്ല, ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥം എങ്ങനെയാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. സാറ് ചോദിച്ചത് പിന്നെ ഞാനതിന് ദീർഘമായിട്ട് ഉത്തരത്തിലേക്ക് പോകുന്നില്ല. ഞാനിവിടെ വന്നത് ഈ കുർബാനയുടെ ഉണ്ടല്ലോ റിച്വൽസ്, അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല. അതിനേക്കാൾ അറിയുള്ള ആളുകൾ തിരുമേനിമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ, ശോശപ്പ മടക്കുന്നതിനെക്കുറിച്ച്. അത് അവർ വരുമ്പോൾ സാറ് ചോദിക്കണം കേട്ടോ. ഞാൻ ചെയ്യുന്നൊരു രീതിയുണ്ട്, എനിക്കതിനൊരു അടിസ്ഥാനമുണ്ട്. പല രീതിയിൽ ഈ റിച്വൽസ് നോക്കിയാലേ പലരും പല വിധത്തിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാസായും പിലാസായും എടുത്തുകൊണ്ട് വലതുവശത്തൂടെയാണോ ഇടതുവശത്തൂടെയാണോ തിരിയേണ്ടതെന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാൻ പാടില്ല അതിന് ഉത്തരം പറയാനായിട്ട്. ഞാൻ ചെയ്യുന്നത് അത് ഓരോരുത്തർക്കും ഈ അവരുടെ ബ്രെയിനിൻ്റെ വയറിങ് അനുസരിച്ച് ചിലർക്ക് ഇടത്തോട്ട് തിരിയാനാണ് കൂടുതൽ ഇൻക്ലിനേഷൻ, ചിലർക്ക് വലത്തോട്ട് തിരിയാനാണ്, അതനുസരിച്ച് മാറും. അതിന് കാനൂനൊന്നുമില്ല, ഏത് വശത്തോട്ട് തിരിയണമെന്ന് ഒരു കാനൂനുമില്ല. അതുകൊണ്ട് ഒരാൾ ചെയ്യുന്നത് വേറൊരാൾ അതുപോലെ അനുഷ്ഠിക്കണമെന്നില്ല. പക്ഷേ തിരിയണം, കാസായും പിലാസയും എടുത്തുകൊണ്ട് ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് തിരിയണമെന്ന് മാത്രമേ ഉള്ളൂ. ശോശപ്പായുടെ കോണ് മടക്കി വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ആഘോഷിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? ആഘോഷം കഴിഞ്ഞിട്ട് അല്ല, നമുക്കറിയാമല്ലോ അത് പിന്നെ ആഘോഷം കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ ചുരുട്ടിക്കൂട്ടി എറിയുന്ന രീതിയില്ലല്ലോ അല്ലേ. അത് വളരെ പിന്നെ ആദരവോടുകൂടി ഒരു സൈഡിലേക്ക് വെക്കുകയാണ്. പിന്നെ ശുശ്രൂഷക്കാരനാണ് വന്നത് പഴയതുപോലെ മടക്കുന്നത്. അതല്ല അതിൻ്റെ പ്രശ്നം കേട്ടോ. നിങ്ങൾ യൂണിഫോമിറ്റി ഒത്തിരി യൂണിഫോമിറ്റിയിലേക്ക് പോകരുത്. കാരണം നിങ്ങൾ കുന്നംകുളത്ത് ചെന്നാൽ അവിടുത്തെ ഭാഷയും അവിടുത്തെ രീതികളും വളരെ വ്യത്യാസമുണ്ട്. പത്തനംതിട്ടയെ പോലെ അല്ല, അത് വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആരാധനയിൽ പ്രത്യേകിച്ച് ഞാൻ എന്തിനാണെന്നറിയാം ഇതൊക്കെ കാണിച്ചെന്നറിയാമോ, ഇതെല്ലാം നമുക്ക് കമ്മ്യൂണിയനുള്ള സഭകളാണ്. കോപ്റ്റിക് സഭയും എത്യോപ്യൻ സഭയും ഒക്കെ നമുക്ക് കമ്മ്യൂണിയനുണ്ട്. പക്ഷേ അവരുടെ ആരാധന രീതികൾ വ്യത്യാസമുണ്ട്. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിൽ മാത്രമേ ഉള്ളൂ ഈ തക്സായിൽ യൂണിഫോമിറ്റി ഇല്ലാത്തത്. നമ്മൾ സുറിയാനി സഭയുടെ ഭാഗമായതുകൊണ്ട് നമ്മളത് തക്സ ഉപയോഗിക്കുന്നു. അർമീനിയക്കാരും എത്യോപ്യക്കാരും കോപ്റ്റിക് ചർച്ചും ഒക്കെ തന്നെ അവരുടെ സ്വന്തം ആരാധനാ ക്രമങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് യൂണിഫോമിറ്റി നിങ്ങൾ ഒത്തിരി നോക്കിയാൽ പ്രയാസമാണ്. എന്നാൽ ഒരു പള്ളിക്കകത്ത് എല്ലാ ഞായറാഴ്ചയും ഏതാണ്ട് ഒരു ഡിഗ്രി യൂണിഫോമിറ്റി സാറ് പറഞ്ഞ പോലെ ആവശ്യമാണ്. ഓരോ ഞായറാഴ്ചയും പലതരത്തിൽ ചെയ്താൽ ശരിയാകുകയില്ല. അച്ഛന്മാരെ പഠിപ്പിക്കുന്നത് തക്സ പഠിപ്പിക്കുമ്പം ഏകദേശം ഒന്നായിട്ട് ഒരുപോലെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ചില അച്ഛന്മാരും മെത്രാച്ചന്മാരും ഒക്കെ അവരുടെ ഈ സ്വന്തമായിട്ട് മനോധർമ്മം എന്ന് ഇംഗ്ലീഷ് മലയാളത്തിൽ പറയാറുണ്ട്. ഈ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുമ്പോഴേ മനോധർമ്മം എടുക്കും അവർ. മനോധർമ്മം എടുത്തൊരു പാട്ടെപ്പോഴും അവസാനിപ്പിക്കേണ്ട ചില നീട്ടി ഇങ്ങനെ കൊണ്ടുപോകും. അതിനാ മനോധർമ്മം എന്ന് പറയുന്നത്. മനോധർമ്മം ഉപയോഗിക്കുന്നവരുണ്ട്. ദൈവമേ നീ പരിശുദ്ധനാകുന്നുള്ളത് പെട്ടെന്ന് ചൊല്ലി തീർക്കുന്നവരുണ്ട്, 1 കിലോമീറ്റർ നീളത്തിൽ ചെല്ലുന്നവരുമുണ്ട് അല്ലേ. അതിന് യൂണിഫോമിറ്റി ഉണ്ടാക്കാൻ പ്രയാസമാണ് കേട്ടോ. ഇപ്പം ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ തൃശ്ശൂർ ഭദ്രാസനമായിട്ട് ഭദ്രാസനത്തിൽ പള്ളിയിൽ പോകേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു അനുഭവം ഉണ്ടായത്. അന്ന് ഞങ്ങൾ പ്രാർത്ഥനാത്തിൻ്റെ ഭാരവാഹികൾ എന്നുള്ളവർക്ക് പോയി. അപ്പോൾ ഞങ്ങളോട് അന്ന് പറഞ്ഞു, നമ്മൾ ഈ ഇത് മടക്കി വയ്ക്കുന്ന കാര്യം അത് അച്ഛൻ തന്നെ ചെയ്യും. അതുപോലെ നമ്മൾ വിശ്വാസപ്രമാണം കഴിഞ്ഞ് ആ സമയത്ത് ശുശ്രൂഷൻ ധൂപം വീശി പോകുമ്പോൾ ആളുകളുടെ നേരെ വീശാൻ പാടില്ല, നേരെ പോയി വാതിൽ വരെ വീശിയിട്ട് തിരിച്ചു വരണം. അതുപോലെ ശരീരരക്തങ്ങൾ വാഴ്ത്തുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണ്, പഴയ കുർബാന ക്രമത്തിനകത്ത് ശുശ്രൂഷൻ ബാറക്കുമോർ എന്ന് എഴുതിയിരുന്നു. ഇന്ന് ശുശ്രൂഷൻ മാത്രം പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇപ്പം അത് എല്ലാവരും കൂടെ പറയുന്നു. അപ്പോൾ അവർ പറയണം അങ്ങനെ ശുശ്രൂഷകരോ ജനങ്ങളോ ബാറക്കുമോർ പറയാൻ പാടില്ല
എന്നുള്ളതാണ് ആ ഭദ്രാസനത്തിൽ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് വേറൊരു വൈദികനുമായിട്ട് ഒരു അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ എല്ലാവരും കൂടെയാണ് അത് പറയേണ്ടത്. കാരണം അത് കർത്താവിൻ്റെ തിരുശരീരരക്തങ്ങളിത് ഈ അപ്പവീഞ്ഞുകളെ കർത്താവിൻ്റെ തിരുശരീരരക്തങ്ങളായി രൂപാന്തരപ്പെടുത്തുന്നത് ആ പുരോഹിതൻ മാത്രമല്ല, ശുശ്രൂഷൻ മാത്രമല്ല, എല്ലാവരും കൂടെ ഒന്നിച്ചാണ് അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്നത്. അങ്ങനെ ഒരു മറുപടി തത്വം ഇതിനകത്ത് പ്രിൻസിപ്പിളും പ്രാക്ടീസും ഉണ്ട് കേട്ടോ. തത്വമുണ്ട്, നമ്മുടെ അനുഷ്ഠാനവും തമ്മിൽ എപ്പോഴും ഒരുപോലെ പോകണമെന്ന് നിർബന്ധമില്ല. ഈ സാറ് പറഞ്ഞത് തത്വം ശരിയാണ്. അതായത് കുർബാന നടത്തി, ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് വൈദികനും ഷമാശനും ജനവും ഉണ്ടെങ്കിൽ കുർബാന ഉള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭ മുഴുവനായിട്ടാണ് ആരാധന നടത്തുന്നത്. അതുകൊണ്ട് വൈദികൻ ചെല്ലുന്ന ഓരോ വാക്കും തത്വത്തിൽ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ആരാധനയിൽ സംബന്ധിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് പറയാവുന്ന കാര്യമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, സ്വന്തമായിട്ട് വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചെല്ലുകയല്ലേ? ഇല്ലല്ലേ? എല്ലാവരും ചെല്ലും അല്ലെ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ളത്. എന്നാൽ കുർബാനയ്ക്ക് വന്നു കഴിയുമ്പോഴേ നിങ്ങൾ നമസ്കാരത്തിനോ കുർബാനയ്ക്കോ ശുഭഹോ ലാഭോ ആരാ ചൊല്ലുന്നു? നിങ്ങൾ ചെല്ലുമോ? ഇല്ലല്ലോ അല്ലേ? അച്ഛന്മാർ ചെല്ലും, മെത്രാച്ചനില്ലെങ്കിൽ. മെത്രാച്ചൻ ഉണ്ടെങ്കിൽ അച്ഛന്മാർ ചെല്ലുകയില്ല. ബാവ ഉണ്ടെങ്കിൽ മെത്രാച്ചനും ചെല്ലുകയില്ല. എല്ലാ വിശ്വാസിക്കും അടിസ്ഥാനപരമായിട്ട് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പക്ഷേ പബ്ലിക് വർഷിപ്പിൽ വരുമ്പോൾ ഒരു ക്രമത്തിന് വേണ്ടി, ഓർഡറിന് വേണ്ടി ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ നിങ്ങൾ ലംഘിക്കുക. ഞങ്ങൾ ആകപ്പാടെ ഒരിടത്ത് പോയി ഉത്തരധ്രുവത്തിൽ പോയി കുർബാന നടത്തുകയാണ്. ആകപ്പാടെ 10 പേരേ ഉള്ളൂ. ശബ്ദമൊക്കെ എടുക്കാനായിട്ട് ഇച്ചിരി പ്രയാസം എല്ലാവർക്കും. അപ്പം പിതാവിനും പുത്രനും ഒരാൾ ശുഭോലാഭം ചെല്ലുമ്പോൾ എല്ലാവരുടെ കൂടി ശുഭോലാഭം ചെല്ലിയോണ്ട് ഒരു തെറ്റുമില്ല അതിൻ്റെ അകത്ത്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ആ ക്രമം പാലിക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഈ ആദ്യം മുതൽ പറയുന്ന ഈ അനുഷ്ഠാനങ്ങളിൽ നിങ്ങൾ ആരാധന മാത്രമേ, കഥകളി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, കഥകളി അറിയാവുന്നവരുണ്ട്. ഞാൻ അതുമായിട്ടൊക്കെ ഇന്നും രാവിലെ എൻ്റെ ഒരു സ്നേഹിതൻ 75 വയസ്സുള്ള ആൾ കഥകളി പഠിച്ച് രംഗത്ത് അവതരിപ്പിച്ചതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നു. അതെ, കഥകളിക്ക് പല സ്കൂളുകളുണ്ട്. വടക്ക് ഉള്ളവരുണ്ട്, തെക്കുള്ളവരുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ കോട്ടയ്ക്കൽ ഞാൻ പോയി, കോട്ടയ്ക്കൽ അവരുടെ നാട്യസംഘമുണ്ട്. കോട്ടയ്ക്കൽ ശൈലിയാണ് അങ്ങനെയാണ്. കഥകളി ഒന്നാണ്, അതിൻ്റെ മുദ്രകളും ഒന്നാണ്, പക്ഷേ അതിൻ്റെ പ്രകടനത്തിൽ വ്യത്യാസം വരാം. അതുപോലെ ഒരു ഡൈവേഴ്സിറ്റി ആരാധനയിലും വരാം. ഒരളവ് വരെ അത് വരുന്നതിന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതങ്ങനെ കിടക്കുകയുള്ളൂ. അങ്ങനെ വേണം താനും. എനിക്ക് ആ ഡൈവേഴ്സിറ്റി ഇഷ്ടമാണ്. ഞാനിപ്പം ഇവിടെ കുന്നംകുളത്ത് ചെല്ലുമ്പം അവിടുത്തെ ആളുകൾ ഇവിടെ കോട്ടയത്ത് ചെല്ലുന്നവർ തന്നെ ചൊല്ലുന്നതിനേക്കാൾ എനിക്കിഷ്ടം അവരുടെ സ്വന്തമായ രീതിയിൽ അവർ ചൊല്ലുന്നതാണ് എനിക്ക് കുറേ കൂടെ ഇഷ്ടം. ഭക്ഷണത്തിൻ്റെ കാര്യം അതുപോലെയാണ്. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഞാനിവിടെ കഴിക്കുന്നത് എല്ലാവരും അതുപോലെ കഴിച്ചിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ നിങ്ങളുടെ അവിടെ വരുമ്പോൾ നിങ്ങൾ കഴിക്കുന്നത് എന്താണോ അത് ഞാൻ സന്തോഷത്തോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് ഭക്ഷണമായിരിക്കണം, ചെന്നാൽ ദഹിക്കുന്നതായിരിക്കണം, അല്ലേ? അത് പോഷകമായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമാണ്. അച്ഛനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ശോശപ്പം മടക്കി വെക്കുന്നതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിനൊരു ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ശുശ്രൂഷക്കാർ ആറാധുബ്ദനം വായിച്ച ശേഷം എല്ലാവർക്കും സമാധാനം കൊടുത്ത് നടുക്ക് വന്ന ആൾക്കാരെ വന്നിച്ചിട്ട് കൈ കഴുകിയിട്ടാണ് നമ്മൾ ഈ ശോശപ്പം മടക്കി വെക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അച്ഛൻ മടക്കി വെക്കുന്ന കേസിൽ നമ്മൾ ഈ കൈ കഴുകേണ്ട ആവശ്യം ഇല്ലേ? അച്ഛൻ ശോശപ്പം മടക്കി വെക്കുന്ന കേസിൽ നമുക്ക് നമ്മുടെ കൈ ശുദ്ധമായി പെർമിഷൻ ആണല്ലോ, ശുദ്ധമായി നമ്മൾ ത്രോണോസ് മുത്തിയിട്ടാണ് അത് എടുക്കുന്നത്. നിങ്ങളെ ഈ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കഴിവില്ല, കോമ്പിറ്റൻസ് ഇല്ല കേട്ടോ. ഇതൊക്കെ കൊച്ചു കൊച്ചു അനുഷ്ഠാനങ്ങളാണ്. നിങ്ങളെ ഇല മടക്കുമ്പം പിന്നെ ഇലയുടെ ഈ സദ്യക്കിരിക്കുമ്പോഴേ ഇല മടക്കുന്നവരുണ്ട്, മടക്കാൻ അറിയാൻ പാടില്ലാത്തവരുണ്ട്. കറി വിളമ്പുമ്പോൾ ഇവിടെ ഇത് വിളമ്പണം, മറ്റിടത്ത് അത് നിയമമുണ്ട് അല്ലേ? ഭക്ഷണമാണ് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാം. അതിനെക്കുറിച്ച് അറിയാവുന്ന അച്ഛന്മാരും മെത്രാച്ചന്മാരും ഉണ്ട് കേട്ടോ. അവരത് തീർച്ചയായിട്ടും പറഞ്ഞു തരും. എനിക്കത് വാസ്തവത്തിലേക്ക് അറിയാൻ പാടില്ല. ഞാനും ചെല്ലുമ്പോൾ, കുർബാന ചെല്ലുമ്പം അതിനുശേഷം എനിക്കത് മടക്കാൻ നേരം കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ വളരെ ആദരപൂർവ്വം അത് 2-3 ആയിട്ടൊന്ന് മടക്കിയിട്ട്, ഇന്ന് ഞാൻ രാവിലെ ഒരു കുർബാനയ്ക്ക് പോയി. അവിടെ ചെന്നപ്പം മടക്കി ഇങ്ങനെ വെക്കുകയില്ല. അച്ഛനത് ഒന്നിങ്ങനെ ഒരു ചുരുട്ടിയിട്ട് ത്രോണോസിൻ്റെ ഒരു പടിയിലാണ് അച്ഛനത്, അതാദ്യം ഞാൻ കാണുകയാണ്. പടിയിൽ വെച്ചിരിക്കുകയാണ്. മറ്റു ചില താഴത്തെ ലെവലിൽ തന്നെ വെക്കും. അപ്പം ഞാനത് ആദരപൂർവ്വം വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്യേണ്ട ജോലി
ശരിയായിട്ട് മടക്കേണ്ട ജോലി ശുശ്രൂഷക്കാരനാണ്. അത് അദ്ദേഹം നന്നായിട്ട് ചെയ്യും എന്നുള്ള എൻ്റെ വിശ്വാസമാണ്. അത് കൈ കഴുകിയിട്ടാണോ അല്ലാതെയാണോ എന്നുള്ളതൊന്നും അവിടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ എടുക്കുന്നില്ല. എനിക്ക് വീണ്ടും ഞാൻ പറയാനുള്ളത്, അനുഷ്ഠാനങ്ങൾ ആവശ്യമാണ്, അതിന് നിയമങ്ങളുണ്ട്. ക്രമം എന്നുള്ള വാക്ക് പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓർഡർ, ക്രമം ഓർഡറാണ് ക്രമം. പക്ഷേ ആദ്യം പറഞ്ഞത് മറന്നു പോകരുത്. ആരാധനയാണ്, ദൈവത്തെ ആരാധനയാണ്. നിങ്ങൾ മുട്ടുകുത്തി കിടന്ന് പ്രാർത്ഥിച്ചാലും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാലും കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചാലും അത് പ്രാർത്ഥനയാകും. പക്ഷേ ഓരോന്നിനും ഓരോ സന്ദർഭങ്ങളുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ.